നമസ്കാരം. തെരഞ്ഞെടുപ്പിന്റെ 5ാം ഘട്ടത്തിൽ 49 മണ്ഡലങ്ങൾ മാത്രമാണ് പോളിംഗിന് പോകുന്നത്. എന്നാൽ ബംഗാൾ, മഹാരാഷ്ട്ര, UP എന്നീ വലിയ സംസ്ഥാനങ്ങളിലാണ് ഈ തെരഞ്ഞെടുപ്പ് തുടരുമ്പോൾ ആർക്കാണ് കൂടുതൽ ആത്മവിശ്വാസം? റായ്ബറേലിയും അമേഠിയും ഉൾപ്പെടെയുള്ള മണ്ഡലങ്ങൾ ബൂത്തിലേക്ക് പോകുന്ന ഈ ഘട്ടത്തിൽ ആർക്കാണ് മുൻതൂക്കം? സ്വാഗതം. സ്പെഷ്യൽ എഡിഷനിലേക്ക് നമ്മോടൊപ്പം അതിഥികളായി മാധ്യമപ്രവർത്തകരായ ആനന്ദ് കൊച്ചുകുടി, നിസാം സയ്യിദ്, രാഷ്ട്രീയ നിരീക്ഷകൻ നവനീത് മുകുന്ദൻ, അതുപോലെ മീഡിയ വൺ ഡൽഹി ബ്യൂറോ ചീഫ് ഡി ധനസുമോദ് കൂടി ചേരുന്നു. ആദ്യം സുമോദിലേക്ക്. സുമോദ് കഴിഞ്ഞ ദിവസങ്ങളിൽ UP യിൽ പര്യടനം നടത്തുകയായിരുന്നു. എന്താണ് ഗ്രൗണ്ട് ലെവലിൽ നിന്ന് കിട്ടുന്ന ഒരു വൈബ്? ഗ്രൗണ്ട് ലെവലിൽ നിന്ന് നമ്മൾ വളരെ ഈ രാഷ്ട്രീയ നിരീക്ഷകരെയൊക്കെ ഒന്ന് മാറ്റി നിർത്തി സാധാരണക്കാരോട് നമ്മൾ സംസാരിച്ചപ്പോൾ ഇന്ന് നമ്മളുടെ മീഡിയ കൊണ്ടൊരു വാർത്ത പോയത് അജിംസ് കണ്ടു കാണും. അതായത് ഒരു ചായക്കടക്കാരനോട് ഞാൻ സംസാരിക്കുകയാണ്. ഈ ചായക്കടക്കാരൻ പറയുന്നതെന്ന് വെച്ചാൽ ഇവിടെ മോദി ക ലഹർ ഉണ്ടോ എന്നാണ് ചോദിക്കുന്നത്. മോദി തരംഗമുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ മോദി തരംഗമൊന്നുമില്ല. കാര്യം ഞാനിപ്പോൾ ഈ പാചകം ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ ചായ തിളപ്പിച്ചിട്ടിരിക്കുന്ന ഈ ഗ്യാസിന് ഇപ്പോൾ 1200 രൂപയാണ് സിലിണ്ടറിൻ്റെ വില. അത് നേരത്തെ കോൺഗ്രസ് ഭരിച്ചിരുന്ന സമയത്ത് 400 രൂപയായിരുന്നു. അന്ന് ഇന്നത്തെ ഈ മന്ത്രി അമേഠിയിൽ മത്സരിക്കുന്ന സ്മൃതി ഇറാനി അടക്കം അവർ സിലിണ്ടർ തലയിൽ വെച്ചിട്ടുണ്ട് സിലിണ്ടറുമായി സമരം ചെയ്തുകൊണ്ട് വിലക്കയറ്റം എന്ന് പറയുകയായിരുന്നു. പക്ഷേ ഇപ്പോൾ വിലക്കയറ്റം ഉണ്ടാകുമ്പോൾ ഇവരെന്ത് ചെയ്യുകയാണ് എന്നുള്ള കാര്യമാണ് ചോദിക്കുന്നത്. തൊഴിലില്ലായ്മ വലിയ പ്രശ്നമായിട്ട് തന്നെ മാറുകയാണ്. മാത്രമല്ല ഇപ്പോൾ ചോദ്യപേപ്പർ ലീക്ക് വലിയ പ്രശ്നമാണ് UP യിൽ. കാര്യം ലക്ഷക്കണക്കിന് പേർ പരീക്ഷയ്ക്ക് അപ്ലൈ ചെയ്യുന്നു. അത് കഴിഞ്ഞപ്പോൾ അറിയുന്നത് ഇത് കോപ്പിഡിയിലേക്ക് പോകുന്നു, ക്വസ്റ്റ്യൻ പേപ്പർ ചോർന്നു പോകുന്നു. അതോടുകൂടി ആ തരത്തിലുള്ള പരീക്ഷ തന്നെ വേണ്ടാതെ വെക്കുന്നു. ഇത്തരത്തിൽ തൊഴിലില്ലായ്മ ഒരു ഭാഗത്തുണ്ട്, അതേപോലെ തന്നെ ഈ വിലക്കയറ്റം മറുഭാഗത്തുണ്ട്. ഇതെല്ലാം ജനങ്ങൾ വളരെ ഗൗരവത്തോടുകൂടി താഴെത്തട്ടിൽ ചർച്ച ചെയ്യുന്നു എന്നുള്ളത് തന്നെയാണ് ഏറ്റവും കൂടുതൽ. സംസാരിച്ച ആളുകളൊക്കെ അതർവൈസ് BJP വോട്ടേഴ്സ് ആണോ? അതായത് 2014-ലും 2019-ലൊക്കെ BJPക്ക് വോട്ട് ചെയ്ത ആളുകളാണ് ഇതൊക്കെ പറയുന്നത്. ഈ ഞാനിപ്പോൾ മുസഫർ നഗറിൽ ഒരാളോട് സംസാരിച്ചു കഴിഞ്ഞപ്പോൾ അയാൾ എന്നോട് പറഞ്ഞത് കഴിഞ്ഞ തവണ ഞാൻ BJPക്കാണ് വോട്ട് ചെയ്തത് എന്ന് തുറന്ന് സമ്മതിച്ചു. അതിനുശേഷം അയാളുടെ സഹോദരനെ ചേർത്ത് നിർത്തി പറയുകയാണ്, ഇതെൻ്റെ സഹോദരനാണ്, BJPയുടെ ബൂത്ത് ഏജന്റാണ്, പക്ഷേ ഇവിടെ വിലക്കയറ്റമില്ല എന്നുള്ള കാര്യം പറയാൻ പറ്റുമോ? അതില്ല. പിന്നെ അവരുടെ മറ്റൊരു വിഷയം കൂടിയുണ്ട്. ഈ രാജ്പൂത്തിനെ അവർ രാജ്പൂത്ത് വിഭാഗത്തിലുള്ളവരാണ്, അവർ വളരെയധികം അവഗണിക്കുന്നു. VK സിംഗിന് സീറ്റില്ല, അങ്ങനെയുള്ള പല ആൾക്കാർക്കും അവരുടെ സീറ്റില്ല എന്നുള്ളത് കൂടി അവരുടെ ഒരു പ്രശ്നമാണ്. പക്ഷേ എങ്കിൽ പോലും ഈ തരത്തിലുള്ള രാഷ്ട്രീയം ജനകീയ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യാൻ ഇവർ തയ്യാറാകുന്നു എന്നുള്ളത് തന്നെയാണ് ഒരു പ്രധാനപ്പെട്ട വസ്തുത നമുക്കിതിവിടെ നോക്കിക്കാണുമ്പോൾ അറിയാൻ പറ്റുന്നത്. കാരണം ഇവിടെ ഒരു എടുത്തു പറയേണ്ട ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഇവിടെ മോദി തരംഗവുമില്ല, മോദി വിരുദ്ധ തരംഗവുമില്ല എന്നുള്ള കാര്യമാണ് മനസ്സിലാക്കുന്നത്. അതായത് ഇപ്പോൾ ഈ രാമക്ഷേത്രം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇവർ ചർച്ചയാക്കുന്നതിൻ്റെ ഒരു പ്രധാന കാരണം ഇത് തന്നെയാണെന്നാണ് നമുക്ക് ഗ്രൗണ്ടിൽ നിന്ന് മനസ്സിലാക്കുന്നത്. കാരണം ഒരു രാമക്ഷേത്രം പണിതു, അതൊക്കെ ഇന്ന് അദ്ദേഹം ഈ വിനോദ് കുമാർ എന്ന് പറയുന്ന ആൾ അത് തന്നെ പറയുന്നത്. കാര്യം രാമക്ഷേത്രം പണിതു, അതൊക്കെ കൊള്ളാം, പക്ഷേ എങ്കിൽ പോലും നമ്മുടെ റൊട്ടി മക്കാൻ ഇതിന് എന്താണൊരു മറുപടി എന്നുള്ളൊരു കാര്യമാണ് പ്രധാനമായും ചോദിക്കുന്നത്. അതുകൊണ്ട് താഴെത്തട്ടിൽ ഈ തരത്തിലുള്ള തരംഗമുണ്ട് എന്നുള്ള മോദി വിരുദ്ധ തരംഗമില്ല, അതേ മോദി തരംഗവുമില്ല എന്നുള്ള കാര്യം ഞാൻ എടുത്തു പറയുന്നത്. 2014-ലും 2019-ലും നമ്മൾ UP യിലും ബീഹാറിലും ഒക്കെ പോകുമ്പോൾ അവിടെ കാണുന്നത് ഈ സാധാരണ മൈക്ക് വെക്കുന്നതിന് മുമ്പ് തന്നെ ആൾക്കാർ മോദി 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 എന്ന് വിളിച്ച് ഒരു കൂട്ടം ആൾക്കാർ വന്നു മറ്റുള്ളവരെ കൊണ്ട് സംസാരിപ്പിക്കാൻ പോലും കഴിയാത്ത തരത്തിൽ സംസാരിക്കുകയാണ്. ഡൽഹി മെട്രോയിൽ കഴിഞ്ഞ ദിവസം യാത്ര ചെയ്ത് കഴിഞ്ഞപ്പോൾ അവിടെ ഒരു യാത്രക്കാരൻ മറ്റു യാത്രക്കാരനോട് മോദി എന്താണ് ചെയ്തത്, ഒന്നും ചെയ്തിട്ടില്ല എന്നുള്ള കാര്യം സംസാരിക്കുകയാണ്. അതായത് നേരത്തെ ഈ ഗാസിയാബാദ് എന്ന് പറഞ്ഞ സ്ഥലത്ത് എൻ്റെ ഒരു സുഹൃത്ത് അന്ന് സംസാരിച്ചപ്പോൾ, ഒരു 2 വർഷം മുമ്പ് തന്നെ സംസാരിച്ചപ്പോൾ മോദി എന്ന് പറഞ്ഞു പോയി. കാര്യം മോദി എന്ന് പറയരുത്, മോദിജി എന്ന് പറയണമെന്ന് പറഞ്ഞ് അവന് വഴക്കിടുകയാണ് ചെയ്തത്. കാര്യം മോദി എന്ന് പറയുന്ന നരേന്ദ്രമോദി എന്ന് പറയുന്ന ആൾ ഇന്ത്യയെ മൊത്തം രക്ഷിക്കാൻ വന്ന ഒരു വലിയൊരു അവതാര പിറവി എന്ന രീതിയിലായിരുന്നു ആളുകൾ ഇതുവരെ കണ്ടിരുന്നത്. പക്ഷേ ഈ അവതാര പിറവിയുടെ ഒന്നും അല്ല, നമ്മളെപ്പോലെ തന്നെ സാധാരണ മനുഷ്യൻ, സാധാരണ ഒരു രാഷ്ട്രീയക്കാരൻ എന്ന രീതിയിലേക്ക് മോഡി ഒരു ന്യൂട്രൽ ലെവലിൽ നടത്തുന്ന ഒരു തെരഞ്ഞെടുപ്പാണ് ഇപ്രാവശ്യം കാണുന്നത്. പക്ഷേ ഇതിന് എത്രത്തോളം ഇതൊരു വോട്ടാക്കി മാറ്റാം എന്നുള്ളതാണ് അടുത്തൊരു പ്രധാന പ്രശ്നം. കാരണം ഇപ്പോൾ 1ാം ഘട്ടവും 2ാം ഘട്ടവും നമ്മൾ ചർച്ച ചെയ്തിരുന്ന സമയത്ത് പ്രധാനപ്പെട്ട കോൺഗ്രസിൻ്റെയൊക്കെ ചർച്ച അമേഠിയിൽ ആരാണ്, റായ്ബറയിൽ ആരാണ് തുടങ്ങിയ കാര്യങ്ങളാണ്. ഇന്നലെയാണ് രാഹുൽ ഗാന്ധി പറയുന്നത് എൻ്റെ വോട്ട് ആം ആദ്മിക്കാണ്.
കെജ്രിവാൾ ജയിച്ചാൽ, കെജ്രിവാളിന്റെ പാർട്ടി ജയിച്ചാൽ കോൺഗ്രസിനാണ് അതിന്റെ ഗുണം. അഖിലേഷ് യാദവും അതേപോലെ തന്നെ രാഹുൽ ഗാന്ധിയും ഒരേ വേദിയിൽ വളരെ ശക്തമായി തന്നെ അവർ മുന്നോട്ട് വരുന്നു. ഇന്ന് ഉണ്ടായൊരു വാർത്ത എന്ന് പറഞ്ഞാൽ ഇവരോടുള്ള സ്നേഹം കൊണ്ട് ആ വേദി പോലും തകർത്ത്, വേദിയിലേക്ക് പോലും ബാരിക്കേഡുകൾ തകർത്ത് ആളുകൾ വരുന്നൊരു കാഴ്ചയാണ് കാണുന്നത്. ആ ഒന്നാം ഘട്ടത്തിലും രണ്ടാം ഘട്ടത്തിലും യുപിയിൽ അഖിലേഷ് യാദവ് ഒറ്റക്ക് വരുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത്. പക്ഷേ അടുത്ത ഘട്ടത്തിലേക്ക് നമ്മൾ വരുമ്പോൾ രാഹുൽ ഗാന്ധിയും അതേപോലെ തന്നെ അഖിലേഷ് യാദവും ഒരുമിച്ച് മത്സരിക്കുന്ന ഈ ഒരു ഐക്യം, ഇത് ഒന്നാം ഘട്ടം മുതൽ ഉണ്ടായിരുന്നെങ്കിൽ ഇവരുടെ ഈ ജനകീയ പ്രശ്നങ്ങൾ ഇതെല്ലാം ഒരു ഒന്നാം ഘട്ടം രണ്ടാം ഘട്ടത്തിലൊക്കെ പ്രതിഫലിച്ചിരുന്നെങ്കിൽ കൂടുതൽ പ്രയോജനം ഉണ്ടായിരുന്നു. കാരണം നമ്മൾ കാണുന്നതാണ്, ഈ ഡൽഹിയോട് ചേർത്ത് ഹരിയാനയോട് ചേർന്ന് നടക്കുന്ന സ്ഥലങ്ങളിലായിരുന്നു ആദ്യഘട്ട വോട്ടെടുപ്പ് നടത്തിയത്. നാളെ വോട്ടെടുപ്പ് നടക്കാൻ പോകുന്ന 14 13 BJP ജയിച്ച സ്ഥലങ്ങളാണ്. അപ്പോൾ സ്വാഭാവികമായും കുറേ കൂടി ഒരു ഐക്യവും ഈ വിഷയങ്ങൾ ഉയർത്തിക്കൊണ്ട് വരുന്നത് കാര്യത്തിലും ഈ ഇന്ത്യ മുന്നണി കുറച്ചുകൂടി ഒരു കാര്യം കൂടി, തെരഞ്ഞെടുപ്പ് ഫലം യുപിയിൽ തങ്ങൾ നേട്ടമുണ്ടാക്കുമെന്ന് ഇന്ത്യ മുന്നണിയും പ്രത്യേകിച്ച് കോൺഗ്രസും പറയാനുള്ള ഒരു കാരണം, അവരുടെ ഇൻസൈഡേഴ്സ് പറയുന്നത് ഈ യോഗി ഫാക്ടർ അത് ഞങ്ങൾക്ക് ഗുണം ചെയ്യുമെന്നാണ്. ഈ യോഗി ഫാക്ടർ എന്താണ് യഥാർത്ഥത്തിൽ യുപി? യോഗി ഫാക്ടർ എന്ന് പറയുന്നത് തന്നെ ഇപ്പോൾ സാധാരണ ലഖിംപൂർ ഖേരിയിൽ നമ്മൾ സംസാരിച്ചായിരുന്നു. കാര്യം ലഖിംപൂർ ഖേരിയിൽ 8 നിയമസഭാ മണ്ഡലങ്ങളാണ് അവിടെ ഉള്ളത്. പക്ഷേ അതിനുശേഷം അവിടെ 8 ജയിക്കുകയാണ് ചെയ്തത്. അപ്പോൾ വീണ്ടും അതിൽ പ്രതിക്കൂട്ടിൽ നിൽക്കുന്ന അതായത് ഈ അജയ് മിശ്ര എന്ന് പറയുന്ന കേന്ദ്രമന്ത്രി അയാൾ രാജിവെക്കണം, കാരണം അയാളുടെ മകനാണ് ഇതിൻ്റെ ആശിഷ് മിശ്രയാണ് ഇത് വാഹനം ഇടിപ്പിച്ച് കൊലപ്പെടുത്തിയത് എന്നുള്ള കാര്യങ്ങൾ പറഞ്ഞു കഴിയുമ്പോൾ പിന്നെ നമ്മൾ അജയ് മിശ്രയോട് നമ്മൾ സംസാരിക്കുന്നുണ്ട്. ഇൻ്റർവ്യൂ ചെയ്ത് കഴിഞ്ഞപ്പോൾ അജയ് മിശ്ര പറയുന്നത് ഇതാണ്: കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 8 മണ്ഡലങ്ങളിലും ഇവിടെ നമ്മളാണ് ജയിച്ചത്, അതുകൊണ്ട് ഇതൊരു വിഷയമാവില്ലെന്നാണ്. പക്ഷേ ഈ കർഷകരോട് തന്നെ നമ്മൾ പറയുമ്പോൾ അവർ പറയുന്നത് ഇത് ഞങ്ങൾ നിയമസഭയിൽ 2022 വോട്ട് ചെയ്തത് യോഗിക്കാണ്, ഇവിടുത്തെ ഒരു സമാധാനം പ്രസ്താവിക്കുന്നതിൽ പ്രധാനപ്പെട്ട ഒരു പങ്ക് ഉണ്ടായിരുന്നത് യോഗിക്കാണ്, അതുകൊണ്ട് യോഗിക്കുള്ള വോട്ടാണ്, അത് തെറ്റിദ്ധരിക്കരുത് എന്നാണ് പറയുന്നത്. മാത്രമല്ല ഇനി അടുത്തൊരു തെരഞ്ഞെടുപ്പിലേക്ക്, അടുത്തൊരു ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കഴിയുമ്പോൾ 75 വയസ്സ് പൂർത്തിയാകുന്ന നരേന്ദ്രമോദിക്ക് പകരക്കാരനായി അവിടുത്തെ ജനങ്ങൾ കണ്ടിരുന്നത്, അന്ന് ഉയർത്തിക്കാട്ടിരുന്നത് യോഗി വീണ്ടും അധികാരത്തിൽ വരുന്നു എന്നുള്ളത് തന്നെയായിരുന്നു, അതായത് പ്രധാനമന്ത്രിയാകുന്നു എന്നുള്ളൊരു കാര്യം തന്നെയായിരുന്നു. പക്ഷേ ഈ തരത്തിലുള്ളൊരു കെജ്രിവാളിൻ്റെ ജയിലിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയതിനും അതിനുശേഷവുമുള്ള ഒരു ചലനങ്ങൾ നമ്മൾ നോക്കുമ്പോൾ ഈ അരവിന്ദ് കെജ്രിവാൾ ജയിൽ നടത്തിയതിൻ്റെ റിപ്പോർട്ട് ചെയ്തതിൻ്റെ പിറ്റേ ദിവസമാണ് ഞാൻ യുപിയിൽ പോകുന്നത്. പക്ഷേ യുപിയിലെ ചെറിയ ചായക്കടകളിൽ പോലും, ചെറിയ കടകളിൽ പോലും ഈ യോഗി ഇനി പ്രധാനമന്ത്രിയാകുമോ എന്നുള്ളൊരു കാര്യം വലിയ ചർച്ച തന്നെയാണ് ഉണ്ടാകുന്നത്. അതായത് യോഗിക്കിട്ട് ഈ BJP നേതൃത്വം അല്ലെങ്കിൽ നരേന്ദ്രമോദി നേതൃത്വം, ഈ അമിത്ഷാ നേതൃത്വം ഏതോ തരത്തിലുള്ള ഒരു അദ്ദേഹം അധികാരത്തിൽ എത്താതിരിക്കാൻ വേണ്ടിയുള്ള എന്തോ തരത്തിലുള്ള ഒരു പണി നടത്തിക്കൊണ്ടിരിക്കുകയാണ്. കാരണം മുഖ്യമന്ത്രിമാരെ നിരന്തരം മാറ്റുന്ന ഒരു പാർട്ടിയാണ്. കഴിഞ്ഞ ഉത്തരാഖണ്ഡിൽ തന്നെ ഒരു 3 മുഖ്യമന്ത്രിമാരാണ് 5 വർഷത്തിനുള്ളിൽ തന്നെ ഉണ്ടായിരുന്നത്. അതുകൊണ്ട് ഇതൊരു തിരിച്ചടിയാകുമോ എന്നുള്ളൊരു കാര്യം BJPയിൽ തന്നെ വലിയ തരത്തിലുള്ള ചർച്ചയായിട്ടുണ്ട്. അതുകൊണ്ട് ആ തരത്തിലുള്ള ഒരു കളം മാറ്റുന്നതിനുള്ള ചർച്ചയ്ക്ക് ഒരു അരവിന്ദ് കെജ്രിവാളിൻ്റെ ഒരു സാന്നിധ്യവും അദ്ദേഹത്തിൻ്റെ പ്രസ്താവനകളും വളരെ ഗുണം ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു 3ാം ഘട്ടം തൊട്ട് തന്നെയാണ് വളരെ ശക്തമായ പോരാട്ടം ഇന്ത്യ മുന്നണിയും അതേപോലെ തന്നെ BJPയും തമ്മിൽ നടത്തുന്നത്. അതാണ് യുപിയിൽ പ്രതിഫലിക്കുകയും ചെയ്യുന്നത്. ശരി സുമോദ്. ശ്രീ ആനന്ദ് കൊച്ചുകൂടി, അങ്ങനെ ഒരു തരംഗമില്ലായ്മ, അതായത് മോദിക്കെതിരെയും തരംഗമില്ല യുപിയിൽ, മോദി വിരുദ്ധ തരംഗവുമില്ല എങ്കിൽ ഇപ്പോൾ നാം ആ കാണുന്ന വൈബ് എന്താണ്? അല്ല, അത് ഒരു പരിധിവരെ ഞാൻ യോജിക്കുന്നു. ഈ മോദി അനുകൂല തരംഗവുമില്ല, മോദി വിരുദ്ധ തരംഗവുമില്ല എന്നുള്ളത്. പക്ഷെ അങ്ങനെ വരുമ്പോൾ ആർക്കാണ് അതിൽ അഡ്വാൻറ്റേജ് കിട്ടുന്നത്? ഈ സംഘടനയും മറ്റ് പലതരത്തിലുള്ള റിസോഴ്സുകളും പണവും എല്ലാം ഉള്ള BJPക്കാണോ, അതോ മറുവശത്ത് കോൺഗ്രസ് താരതമ്യേന കുറഞ്ഞ സീറ്റുകളിലാണ് മത്സരിക്കുന്നത്, പക്ഷേ അവിടെ സ്പോയിലറായിട്ട് 3ാം കക്ഷിയായിട്ട് BSP കൂടിയുണ്ട്. അവരാണ് ഏറ്റവും കൂടുതൽ മുസ്ലിം സ്ഥാനാർത്ഥികളൊക്കെ നിർത്തിയിരിക്കുന്നത്. കോൺഗ്രസും SP വരുമ്പോൾ മുസ്ലിം കൺസോളിഡേഷൻ ഉണ്ടാകുമെന്ന് കരുതി കൂട്ടി തന്നെയാണ് BSP അങ്ങനെയുള്ള ഒരു സ്ട്രാറ്റജി സ്വീകരിക്കുന്നത്. ഇപ്പം കഴിഞ്ഞ തവണ ഈ യുപിയിൽ പോകുന്ന 14 സീറ്റുകളിൽ ഒരെണ്ണം മാത്രമാണ് കോൺഗ്രസിന് ജയിക്കാനായത്. ഇപ്പോൾ അതിൽ എത്ര കൂട്ടിച്ചേർക്കാൻ പറ്റുമെന്നുള്ളൊരു ചോദ്യമുണ്ട്. ഇപ്പോൾ ഈ 14 സീറ്റ് യുപിയിലെ കാര്യം മാത്രം എടുത്താൽ, അല്ലെങ്കിൽ ഇപ്പോൾ 49 സീറ്റുകൾ നാളെ തെരഞ്ഞെടുപ്പിലേക്ക് പോകുന്ന ആ 49-ൽ കോൺഗ്രസിന് ഇപ്പോൾ ഉള്ളത് 1 സീറ്റ് മാത്രമാണ്. അത് കൂട്ടാൻ പറ്റുമോ എന്നുള്ള ഒരു വലിയ ചോദ്യമുണ്ട്. കാരണം കഴിഞ്ഞ തവണ കോൺഗ്രസിനെ നിഷ്പ്രഭമാക്കിക്കൊണ്ടാണ്, അത് 2014-ലും അതെ 2019-ലും അതെ, കോൺഗ്രസിനെ മൊത്തത്തിൽ തീർത്ത് കളഞ്ഞിട്ടാണ്
BJPക്ക് ഇത്രയും സീറ്റ് നേടാനായത്. അതായത് കോൺഗ്രസിന് 5 സീറ്റ് കൂടിയാൽ BJPക്ക് 5 സീറ്റ് കുറയുന്ന ഒരു ഡയറക്റ്റ് കോറിലേഷൻ, ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ എന്ന് പറയില്ലേ, അതുപോലെ ഒരു ഘടകമാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ കോൺഗ്രസ് ഇപ്പോൾ ഉള്ള 52-ൽ നിന്ന് കഴിഞ്ഞ ദിവസം രേവന്ത് റെഡ്ഡി ഒരു കണക്ക് പറഞ്ഞിരുന്നു. അതിനു മുമ്പേ ഈ 52-ൽ നിന്ന് അത് 100-ലേക്ക് എത്തിച്ചാൽ BJPക്ക് 50 സീറ്റ് കുറയുമെന്നുള്ളതാണ്. ഏകദേശം ഒരു 5-10 സീറ്റ് വ്യത്യാസം വരാം, പക്ഷേ അങ്ങനെയുള്ള ഒരു ഘടകമാണ് ഇപ്പോൾ ഉള്ളത്. അത് കോൺഗ്രസിന് 100 സീറ്റിലെത്തിക്കുകയാണെങ്കിൽ BJP 303-ൽ നിന്ന് 250-ലേക്ക് എത്തും എന്നുള്ളതാണ് അതിൻ്റെ അകത്തെ വസ്തുത. കഴിഞ്ഞ ദിവസം രേവന്ത് റെഡ്ഡി ഇത് പ്രിന്റിന് കൊടുത്ത ഇന്റർവ്യൂവിൽ പറഞ്ഞത് BJPക്ക് 250 സീറ്റെങ്കിലും കിട്ടിയാലാണ് അവർക്ക് സർക്കാർ ഉണ്ടാക്കാൻ പറ്റുകയുള്ളൂ, എന്നാൽ കോൺഗ്രസിന് 125 സീറ്റ് നേടിയാൽ അധികാരത്തിൽ വരാമെന്ന്. അത് ഏകദേശം ശരിയാണ്. കാരണം കോൺഗ്രസിന് സഖ്യകക്ഷികളുടെ സീറ്റുകൾ അത് ഇപ്പോൾ പ്രീപോൾ സഖ്യം, ഇന്ത്യ മുന്നണി എന്ന രീതിയിൽ മമതാ ബാനർജിയുടെ ഉൾപ്പെടെയുള്ള പാർട്ടികളുടെ സീറ്റുകൾ കൂട്ടിയാൽ 250-ലേക്ക് 125, 250 മുതൽ 270 വരെ എത്താവുന്ന ഒരു സാഹചര്യമുണ്ട്. BJPക്ക് 250 ഇല്ല എന്ന് കൂട്ടുക. അപ്പോൾ ഒരു 220 ആണെങ്കിൽ അത് വലിയ ബുദ്ധിമുട്ടാകും അവർക്ക് സർക്കാർ ഉണ്ടാക്കാൻ. പക്ഷെ അത്രയും കുറയാനുള്ള സാധ്യതയും ഞാൻ കാണുന്നില്ല. കാരണം ഈ BJPക്ക് ഒരു 75 സീറ്റ് കുറഞ്ഞാൽ തന്നെ 25 സീറ്റ് അവർക്ക് വേറെ പുതിയതായിട്ട് അവർക്ക് നേടാൻ പറ്റും. അപ്പോഴും ഒരു 250 സീറ്റിലേക്ക് എത്താൻ പറ്റുള്ളൂ എന്നാണ്, കുറയ്ക്കാനാണ് BJPക്ക് കഴിയുള്ളൂ എന്നാണ്. കൂടുതലായിട്ട് പുതുതായി നേടാൻ സാധ്യതയുള്ള 25 സീറ്റ് ഏത് സംസ്ഥാനത്താണ്? അത് നമ്മൾ ഈ ഈസ്റ്റേൺ മേഖല, അതിപ്പോൾ നോർത്ത് ഈസ്റ്റ് തൊട്ട് ആസാം, ബംഗാൾ, ഒഡീഷയിലാണ് ഏറ്റവും കൂടുതൽ അവർക്ക് സീറ്റ് കിട്ടാൻ സാധ്യത എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അവിടെ BJDയും BJPയും തമ്മിലുള്ള ആ ഒരു മത്സരം ഇത്തവണ വളരെ കടുത്തതായിട്ടും BJPക്ക് ഒരു എഡ്ജ് ഉള്ളതായിട്ടുമാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഒഡീഷ കഴിഞ്ഞാൽ വീണ്ടും താഴേക്ക് വന്നാൽ ആന്ധ്രാപ്രദേശ്, അവിടെ ഇത്തവണ ചന്ദ്രബാബു നായിഡുവിന് നിയമസഭയിലും സർക്കാർ ഉണ്ടാക്കാനുള്ള സാധ്യതയാണ് ഞാൻ കാണുന്നത്. അവിടെ ചിലരൊക്കെ പറയുന്നു അവിടെ ന്യൂനപക്ഷ ഏകീകരണം ജഗന് കിട്ടും എന്നൊക്കെ പറയുന്നു, പക്ഷെ ഞാനത് കാര്യമാക്കുന്നില്ല. അപ്പോൾ തെലങ്കാനയിൽ കഴിഞ്ഞ തവണ 4 പല ആൾക്കാരും പറയുന്നത് അത് 4 എന്നുള്ളത് 5 അവിടെ വരണം പോലും കുറയാൻ പോകുന്നില്ല. കോൺഗ്രസിന് അവിടെ നന്നായിട്ട് സീറ്റ് കിട്ടിയാൽ പോലും അവിടെ BRS ഇല്ലാതെയാകും, അല്ലെങ്കിൽ ലോക്സഭയിൽ BRSന് തീരെ സീറ്റ് കിട്ടാൻ പോകുന്നില്ല. OICക്ക് ഒരു സീറ്റ് കിട്ടും. അപ്പോൾ തെലങ്കാന, ആന്ധ്ര, അതിന് താഴേക്ക് വന്നല്ല. അങ്ങനെ ആ ഒരു ഈസ്റ്റേൺ ബെൽറ്റ്, തമിഴ്നാട്ടിൽ പോലും ഒരു സീറ്റ്, കേരളത്തിൽ തൃശ്ശൂർ കിട്ടുവാണെങ്കിൽ ഒരു സീറ്റ്, അങ്ങനെ ആ ഒരു ബെൽറ്റ് നോർത്ത് ഈസ്റ്റ് മുതൽ ഈസ്റ്റേൺ സൈഡിൽ താഴെ വരെ തമിഴ്നാട്, കേരളം വരെ ഓരോ സീറ്റ് കിട്ടിയാൽ പോലും അതും അവർക്കൊരു ലോട്ടറിയാണ്. പിന്നെ ഉത്തർപ്രദേശ് 64 സീറ്റാണ് കഴിഞ്ഞ തവണ അവർക്ക് കിട്ടിയത്. 62 + 2 അപ്നാദളിൻ്റെ 2 സീറ്റ് ഉൾപ്പെടെ. അത് കുറയും എന്ന് ഞാൻ കരുതുന്നില്ല. അത് കുറഞ്ഞാൽ ഇപ്പോൾ UPയിൽ 2014 അന്ന് രാഹുൽ കവൽ ഇന്ത്യ ടുഡേക്ക് കൊടുത്ത ഇന്റർവ്യൂവിൽ അമിത്ഷാ പറയുന്നത് ഞങ്ങൾക്ക് 55 സീറ്റ് കിട്ടുന്നതാണ്, 55 സീറ്റ്. 2014 കണക്കാണ് പറയുന്നത്. അന്ന് അവർ പ്രതീക്ഷിച്ച 55 സീറ്റാണ്, പക്ഷെ അവർക്ക് കിട്ടിയത് 73 സീറ്റാണ്. അപ്പോൾ അത് കഴിഞ്ഞ തവണ 64-ലേക്ക് താന്നു. പക്ഷെ അവിടെ ഇപ്പോൾ ഈ നേരത്തെ ഞാൻ അതാണ് പറഞ്ഞു വന്നത്, ഈ ധനുസമോദ് പറയുന്നുണ്ട് അവിടെ രാജ്പുത്തുകാർക്ക് വികാരമുണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. അവർക്ക് പ്രത്യേകിച്ചും അവിടെ മുസഫർ നഗർ കലാപത്തിൻ്റെ 3 നായകന്മാരുണ്ടായിരുന്നത്, ഒന്ന് സംഗീത് സോം, ഒന്ന് സുരേഷ് റാണ, ഒന്ന് സഞ്ജീവ് ബലിയാൻ. ഇതിൻ്റെ അകത്ത് സഞ്ജീവ് ബലിയാൻ ജാട്ടും സുരേഷ് റാണയും സംഗീത് സോമും രാജ്പുത്ത് നേതാക്കളുമാണ്. സുരേഷ് റാണ കഴിഞ്ഞ തവണ 1ാം യോഗി സർക്കാരിൽ മന്ത്രിയായിരുന്നു. സംഗീത് സോം ഉൾപ്പെടെ, സുരേഷ് റാണ ഉൾപ്പെടെ ഇത്തവണ തോൽക്കുന്നു 2022 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ. സഞ്ജീവ് ബലിയാൻ പക്ഷേ ആ ഒരു അദ്ദേഹത്തിൻ്റെ ആ ഒരു എന്താ പറയുന്നത്, അദ്ദേഹത്തിനുള്ള ആ പ്രഭാവം അദ്ദേഹം നിലനിർത്തുന്നു. പിന്നെ അവിടെ ജാട്ടുമാർക്ക് ഇപ്പോൾ പ്രത്യേകിച്ച് RLDയുമായിട്ട് സഖ്യമുണ്ടാക്കിയപ്പോൾ തന്നെ അവിടെ കുറേ എക്സ്ട്രാ ജാട്ടുമാർക്ക് കുറേ സീറ്റുകൾ കിട്ടിയിട്ടുണ്ട്. അവിടെ VK സിംഗിനെ പോലെയുള്ള പല രാജ്പുത് നേതാക്കളെയും സീറ്റ് കൊടുക്കാതെ മാറ്റി നിർത്തുകയാണ്. പക്ഷേ എന്നാൽ പോലും ഈ രാജ്പുത്തുകാർക്ക് അവർക്കുള്ള വികാരം, ഗുജറാത്തിലെ പുരുഷോത്തം റുബാല പറഞ്ഞ കാര്യങ്ങൾ ഉൾപ്പെടെ വെച്ചിട്ട് പോലും അവർ പോലും അവസാനം വോട്ട് ചെയ്യുമ്പോൾ അത് യോഗിയുടെ കൂടെ സർക്കാരുള്ള, അല്ലെങ്കിൽ യോഗിയുടെ കൂടെ പാർട്ടിയായിട്ടുള്ള BJPക്ക് എതിരായിട്ട് വോട്ട് ചെയ്യുമെന്ന് ഞാൻ കരുതുന്നില്ല. അതാണ് അതിൻ്റെ അതൊരു ഘടകം. അത് പണ്ടൊക്കെ ഈ 89-ലും ഒക്കെയുള്ള തെരഞ്ഞെടുപ്പിലെ റിപ്പോർട്ട്, പണ്ട് ശേഖർ ഗുപ്തയൊക്കെ എഴുതിയ റിപ്പോർട്ടുകൾ വായിച്ചാൽ അന്ന് അവിടെ ഓരോ വോട്ടുകൾ, ബ്രാഹ്മൺ വോട്ട്, കായസ്ഥ വോട്ട് ഒക്കെ എങ്ങനെയാണ് സ്പ്ലിറ്റ് ആകുന്നത്. അന്നൊക്കെ കോൺഗ്രസിന് അതുപോലെയുള്ള ഓരോ സെഗ്മെന്റിലും അവർക്ക് നിശ്ചിത വോട്ടുകളുണ്ട്. ആ വോട്ടുകളൊന്നും ഇപ്പോൾ കോൺഗ്രസിന് ഇല്ലാതെയായി. ഇപ്പോൾ കോൺഗ്രസ് OBC രാഷ്ട്രീയം പറയുന്നുണ്ട്. ഒരു കാലത്ത് OBCകൾ കോൺഗ്രസിന് അന്യരായിരുന്നു.
അന്ന് ദളിതന്മാരും മുസ്ലിങ്ങളും ഈ ഇതുപോലെ ബ്രാഹ്മൺ കായസ്ഥ വോട്ടുകളൊക്കെ ആയിരുന്നു കോൺഗ്രസിന് കിട്ടിയിരുന്നത്. ഇപ്പോൾ കോൺഗ്രസിന് ആകെയുള്ളത് അവിടെ ഈ മുസ്ലിം വോട്ടുകളും പിന്നെ ബാക്കി എല്ലാവരുടെയും കുറച്ച് ചെറിയ ശതമാനം വോട്ടുകളാണ് കിട്ടുന്നത്. അതൊരു ഏകീകരിക്കാനോ അതിന് സംഘടന ആയിട്ട് അത് മാറ്റിയെടുക്കാനോ ഇപ്പോൾ ഈ സമാജ്വാദി പാർട്ടിയുടെ യാദവ് വോട്ടുകൾ കൂടാതെ OBC വോട്ടുകൾ മൊത്തത്തിൽ നേടാനോ ഇപ്പോൾ കഴിഞ്ഞ അസംബ്ലി തെരഞ്ഞെടുപ്പിൽ സമാജ്വാദി പാർട്ടി അവിടെ കുറേ പിന്നോക്ക ചെറു പാർട്ടികളെ കൂടെ കൂട്ടി. രാജ്ഭറിൻ്റെ ഓം പ്രകാശ് രാജ്ഭറിൻ്റെ സുഹേൽ ദേവ് പാർട്ടിയെ കൂട്ടി. ഇപ്പോൾ അപ്നാദളിൻ്റെ തന്നെ വേറൊരു വിഭാഗമുണ്ട്, കമറവാദി അനുപ്രിയ പട്ടേലിൻ്റെ അമ്മയുടെ പാർട്ടി. ആ പാർട്ടി ഇത്തവണ ഈ സഖ്യത്തിലില്ല. അതുപോലെയുള്ള ചെറു പാർട്ടികൾ, ദാരാ സിംഗ് ചൗഹാൻ അദ്ദേഹം തിരിച്ച് യോഗിയുടെ മന്ത്രിസഭയിലെത്തി. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുൻപ് അഖിലേഷിൻ്റെ കൂടെ കൂടിയതാണ്. അപ്പോൾ അങ്ങനെയുള്ള OBC വോട്ടുകളുടെ സ്പ്ലിറ്റ് എല്ലാം ഉണ്ടാകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ 64 സീറ്റുകളിൽ UP-യിൽ BJPക്ക് കുറവ് വരും എന്ന് ഞാൻ കരുതുന്നില്ല. അത് കുറവ് വന്നാൽ ഈ 55-ലേക്കോ 50-ലേക്കോ വന്നാൽ ഈ പറയുന്നത് പോലെ BJPക്ക് 250 താഴെ മൊത്തത്തിൽ സീറ്റ് കുറയും. പക്ഷെ അങ്ങനെ അല്ലാത്ത പക്ഷം അത് കുറയുന്നതായിട്ട് ഞാൻ കാണുന്നില്ല. ശരി, ശ്രീ നിസാം സെയ്ദ്, ഈ മഹാരാഷ്ട്രയും UP-യും വളരെ നിർണായകമാണ് ഈ കഴിഞ്ഞ ഈ ഘട്ടങ്ങളിൽ, ഇനി വരാൻ പോകുന്ന ഘട്ടങ്ങളിലെല്ലാം. ഇപ്പോൾ UP-യും മഹാരാഷ്ട്രയിൽ ഇന്ത്യ മുന്നണി വലിയ പ്രതീക്ഷ വയ്ക്കുന്നുണ്ട്. UP-യിൽ പക്ഷേ അമിത പ്രതീക്ഷ വയ്ക്കുകയാണെന്ന് തോന്നുന്ന രീതിയിലുള്ള പ്രസ്താവനകളും വരുന്നുണ്ട്. അവിടെ വേറൊരു തരം വൈബുണ്ട്, യോഗി ഫാക്ടർ ഉണ്ടെന്നൊക്കെ പറയുന്നു. ഇവിടെ ആനന്ദ് വെച്ചൂടി ചൂണ്ടിക്കാട്ടുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, BJP കൂടുതലായി നേടുന്ന സീറ്റുകൾ അതിപ്പോൾ ഒഡീഷയിലോ ആന്ധ്രയിലോ തമിഴ്നാട്ടിലോ കേരളത്തിലോ പോലും അങ്ങനെ പ്രതീക്ഷ വയ്ക്കുന്നുണ്ട്. ഇപ്പോൾ ദ എക്കണോമിസ്റ്റ് വീക്കിലിയുടെ ഇന്ന് ഈ പുതിയ ലക്കത്തിൽ ഈ സൗത്ത് ഇന്ത്യയിൽ മോദി നേടുന്ന സീറ്റുകളെ കുറിച്ചൊരു പ്രത്യേക നിരീക്ഷണം, ഒരു ആർട്ടിക്കിൾ തന്നെ വരുന്നുണ്ട്. അപ്പോൾ പുതുതായി നേടുന്ന BJP സീറ്റുകൾ എന്തെങ്കിലും തിരിച്ചടി ഉത്തരേന്ത്യയിൽ ഉണ്ടെങ്കിൽ അത് അവർക്ക് റിക്ലെയിം ചെയ്യാൻ സാധിക്കും എന്നൊരു തോന്നലുണ്ടോ? അത് BJP ബോധപൂർവം സൃഷ്ടിക്കുന്ന ഒരു നരേറ്റീവാണ്. നോർത്ത് ഇന്ത്യയെ കേന്ദ്രമാക്കി BJP നോർത്ത് ഇന്ത്യയിലെ അവരുടെ ഓഡിയൻസിനോട് പറയുന്നത്, നോർത്ത് ഇന്ത്യയിൽ ഞങ്ങൾക്ക് ചെറിയ നഷ്ടങ്ങളൊക്കെ ഉണ്ടായേക്കാം, പക്ഷേ അത് നികത്താനുള്ള നേട്ടം ഞങ്ങൾക്ക് സൗത്ത് ഇന്ത്യയിൽ നിന്നും ലഭിക്കുന്നുണ്ട്, സൗത്ത് ഇന്ത്യയിൽ BJPക്ക് വലിയ മുന്നേറ്റം ഉണ്ടാകുന്നുണ്ട് എന്നൊരു നരേറ്റീവ് സൃഷ്ടിക്കുവാൻ. കാര്യം നോർത്ത് ഇന്ത്യയിലുള്ള ആളുകൾക്കറിയാം അവരുടെ സംസ്ഥാനങ്ങളിൽ BJPക്ക് നഷ്ടമുണ്ടാകും എന്നുള്ളത്. അതുകൊണ്ട് തന്നെ BJP അധികാരത്തിൽ വരാനുള്ള സാധ്യത കുറഞ്ഞേക്കും എന്നുള്ള ഒരു ചർച്ച അവിടെ ഉണ്ടാവാതിരിക്കാൻ ഇവിടെ എന്ത് നഷ്ടമുണ്ടായാലും അത് ഞങ്ങൾ ദക്ഷിണേന്ത്യ കൊണ്ട് നികത്തും എന്നൊരു പ്രചരണം വ്യാപകമായി അഴിച്ചുവിടാൻ. കേരളത്തിലൊക്കെ വലിയ മുന്നേറ്റം ഉണ്ടാകും, തമിഴ്നാട്ടിൽ ഏറ്റവും കുറഞ്ഞ 5 സീറ്റ് ലഭിക്കും, കർണാടകത്തിൽ ഒരു നഷ്ടവും ഉണ്ടാവുകയില്ല, തെലങ്കാനയിൽ ഇപ്പോഴുള്ള 4 സീറ്റ് 8 സീറ്റായി വർദ്ധിക്കുമെന്നൊക്കെയുള്ളൊരു വലിയ നരേറ്റീവ് സൃഷ്ടിക്കുവാൻ BJP ബോധപൂർവ്വം ശ്രമിക്കുന്നുണ്ട്. അതിൻ്റെ ഭാഗമാണ് ഇത്തരം ഒരു ക്യാമ്പയിനൊക്കെ. പക്ഷെ അതിനേക്കാളൊക്കെ ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഈ ഘട്ടത്തെയും ഇനി വരാനിരിക്കുന്ന ഘട്ടത്തെയും സ്വാധീനിക്കാൻ ഇടയുള്ള ഒരു സംഭവവികാസം ഇന്നലെ ഉണ്ടായിട്ടുണ്ട്. BJPയുടെ പ്രസിഡന്റ് JP നദ്ദയുടെ ഭാഗത്തു നിന്ന് വന്ന ഒരു പ്രസ്താവന നമ്മയൊക്കെ വളരെ അത്ഭുതപ്പെടുത്തുന്നതാണ്. RSSൻ്റെ പിന്തുണ ഇനി BJPക്ക് ആവശ്യമില്ല, സ്വന്തം കാലിൽ നിൽക്കാൻ കഴിയുന്ന വിധം BJP വളർന്നു കഴിഞ്ഞിരിക്കുന്നു എന്ന് BJPയുടെ പ്രസിഡന്റ് ഇന്നൊരു പ്രസ്താവന ഇറക്കിയിരിക്കുന്നു. ഞാൻ കഴിഞ്ഞ ഒരു ചർച്ചയിൽ നമ്മുടെ ഈ ചാനലിൽ തന്നെ പറഞ്ഞിരുന്നു, RSS സാധാരണ പോലെ ഈ തെരഞ്ഞെടുപ്പ് പ്രചരണ രംഗത്തെ BJPക്ക് വേണ്ടി സജീവമല്ല എന്നുള്ളത്. പക്ഷേ അതിനെ ഏതാണ്ട് ശരിവെക്കുന്ന രീതിയിൽ BJPയുടെ പ്രസിഡന്റ് അത്ഭുതകരമായ ഒരു പ്രസ്താവനയുമായി രംഗത്തെത്തിയിരിക്കുകയാണ്. ഇത് ഏതാണ്ട് RSS നേതൃത്വത്തെ നിസാം, ഞാൻ ആ പ്രസ്താവന ശ്രദ്ധിച്ചിരുന്നു. നിസാം സെയ്ദ്, ഇന്ത്യൻ എക്സ്പ്രസ് JP നഡ്ഡയുമായി നടത്തുന്ന ഒരു വിശാലമായ സംഭാഷണം, ആ സംഭാഷണത്തിൽ ഈ പറയുന്ന കാര്യം അവർ ഹൈലൈറ്റ് ചെയ്തിട്ട് പോലുമില്ല. അതെന്തുകൊണ്ടായിരിക്കും അങ്ങനെ? അത് അവരുടെ താല്പര്യങ്ങളായിരിക്കും. പക്ഷേ അത്തരമൊരു പ്രസ്താവന, അത്തരമൊരു വാക്ക്, അത്തരമൊരു പ്രയോഗം ഞങ്ങൾക്ക് BJPയുടെ പിന്തുണ ആവശ്യമില്ല, സ്വന്തം കാലിൽ നിൽക്കാൻ കഴിയുന്നത്ര വളർന്നു കഴിഞ്ഞു. മാത്രമല്ല അദ്ദേഹം മറ്റൊന്നുകൂടി കൂട്ടിച്ചേർക്കുന്നുണ്ട്, വാജ്പേയിയുടെ കാലത്ത് BJPക്ക് അതിൻ്റെ ആവശ്യമുണ്ടായിരുന്നു, ഇന്ന് BJP വലിയ സംഘടനയായിരിക്കുന്നു, RSS പ്രത്യയശാസ്ത്രപരമായ കാര്യങ്ങൾ നോക്കേണ്ട പാർട്ടിയാണ്, RSS അത് നോക്കിയാൽ മതി, രാഷ്ട്രീയ സംഘടന BJP ആണ് എന്ന് വളരെ വ്യക്തമായി അതിൻ്റെ അകത്ത് JP നദ്ദ പറയുന്നുണ്ട്. അത് നരേന്ദ്രമോദിയുടെ നിർദ്ദേശമില്ലാതെ, നരേന്ദ്രമോദിയുടെ ആവശ്യപ്രകാരമല്ലാതെ അത്തരമൊരു പ്രസ്താവന JP നദ്ദ ചെയ്യുമെന്ന് നമുക്ക് സ്വപ്നത്തിൽ പോലും വിചാരിക്കാൻ കഴിയില്ല. ആ പ്രസ്താവനയുടെ അർത്ഥം അത് RSS നേതൃത്വത്തെ വെല്ലുവിളിക്കുകയാണ്.
ഈ തെരഞ്ഞെടുപ്പിൽ നിങ്ങളില്ലാതെ ഞങ്ങൾക്ക് ജയിക്കാൻ കഴിയും എന്ന് RSS പറയുകയാണ്. ഇനി ഞങ്ങൾ ജയിച്ചാൽ അതിൻ്റെ അവകാശവാദവുമായി RSS വരരുത് എന്ന് RSS ഇപ്പോൾ തന്നെ നോട്ടീസ് കൊടുക്കുകയാണ്. RSS ഇതിനോട് എങ്ങനെ പ്രതികരിക്കുന്നു എന്നുള്ളതാണ് ഇനി നാം ഒക്കെ കാത്തിരുന്ന് കാണേണ്ട കാര്യം. കാര്യം നാമൊക്കെ ഇത്രയും നാൾ വിചാരിച്ചിരുന്നു, നമുക്ക് ഇത്രയും നാൾ പറഞ്ഞിരുന്നത് BJP ഒരു സ്വതന്ത്ര രാഷ്ട്രീയ പാർട്ടിയല്ല, BJP RSSൻ്റെ ഒരു രാഷ്ട്രീയ വിഭാഗം മാത്രമാണ്. RSSൻ്റെ പ്രത്യയശാസ്ത്രപരമായ നയങ്ങൾ രാഷ്ട്രീയത്തിൽ നടപ്പിലാക്കേണ്ട ഒരു പൊളിറ്റിക്കൽ ആം മാത്രമാണ് BJP എന്നാണ്. അങ്ങനെയല്ല എന്നാണ് നദ്ദ പറഞ്ഞു വെക്കുന്നത്. നമുക്കറിയാം, മോദി അധികാരത്തിലെത്തിയതിന് ശേഷം RSSും BJPയും തമ്മിലുള്ള ഒരു അധികാര സമവാക്യത്തിൽ ഗ്രാജ്വലി വ്യത്യാസങ്ങൾ ഉണ്ടായിക്കൊണ്ടിരുന്നു. മുൻപൊക്കെ BJPയുടെ പ്രസിഡന്റ് ആരായിരിക്കണമെന്നും BJPയുടെ നയങ്ങൾ എന്തായിരിക്കണമെന്നും മന്ത്രിമാരായിരിക്കണമെന്നും ഒക്കെ തീരുമാനിക്കുന്നത് കൃത്യമായി RSSൻ്റെ നയങ്ങൾ അനുസരിച്ചായിരുന്നു. RSSൻ്റെ സർവ്വസംഘചാലകന് ഏതാണ്ട് പൂർണ്ണമായ കൺട്രോൾ BJPയുടെ മേലും പ്രധാനമന്ത്രിയുടെ മേലുമൊക്കെ ഉണ്ടായിരുന്നു. അത് വാജ്പേയി പ്രധാനമന്ത്രി ആയിരുന്ന കാലത്ത് പോലും വാജ്പേയിയെ നിക്കമ്മ എന്ന് വിളിക്കാൻ, മുഖോട്ട എന്ന് വിളിക്കാനൊക്കെ സ്വാതന്ത്ര്യമുള്ള നേതാക്കന്മാർ RSSലുണ്ടായിരുന്നു. പക്ഷേ മോദി അധികാരത്തിലെത്തിയ ശേഷം ആ പവർ ഇക്വേഷൻസ് കംപ്ലീറ്റ് ആയിട്ട് മാറുകയും മോദിയെ ഒരു വിധത്തിലും നിയന്ത്രിക്കാൻ RSS നേതൃത്വത്തിന് കഴിയാതെ വരികയും ചെയ്ത ഒരു സാഹചര്യമുണ്ടായി. അതുപോലെ തന്നെ RSS റാങ്ക് ആൻഡ് ഫയലിൻ്റെ മേലുള്ള കൺട്രോൾ RSS നേതൃത്വത്തിന് നഷ്ടപ്പെട്ടു. RSSൻ്റെ റാങ്ക് ആൻഡ് ഫയലിനെ പല സ്ഥാനങ്ങളിൽ നിയോഗിച്ചും അവർക്കൊക്കെ ധാരാളമായി പണം ഉണ്ടാക്കാനുള്ള അവസരം കൊടുത്തും അവരെയൊക്കെ RSSൻ്റെ കോർ വാല്യൂവിൽ നിന്ന് നരേന്ദ്രമോദി മാറ്റുന്നു എന്നൊരു ഭയം RSSനുണ്ടാകുന്നു. RSSൻ്റെ അജണ്ട രാമക്ഷേത്ര നിർമ്മാണമാണെങ്കിലും ആർട്ടിക്കിൾ 370 പിൻവലിക്കലാണെങ്കിലും ഒക്കെ നടപ്പിലാക്കുമ്പോഴും RSSൻ്റെ ഒരു പ്രത്യയശാസ്ത്രപരമായ അധീശത്വം BJPയിൽ നഷ്ടമാകുന്നു എന്നുള്ളത് RSSനെ വളരെയേറെ അലോസരപ്പെടുത്തുന്ന കാര്യമാണ്. അല്ലാതെ പ്രത്യയശാസ്ത്രപരമായ അധീശത്വമാണോ സംഘടനാപരമായ അധീശത്വമാണോ നിസാം സെയ്ദ്? ഈ RSS BJP പവർ ഇക്വേഷനിൽ വരുന്ന മാറ്റം RSSന്റെ പ്രത്യയശാസ്ത്രപരമായ അധീശത്വം പ്രത്യയശാസ്ത്രപരമായ അധീശത്വം നിലനിൽക്കുമ്പോൾ തന്നെ അധികാര ഘടനയിലുള്ള വ്യത്യാസം RSSനെ അലോസരപ്പെടുത്തുന്നുണ്ട്. RSS കൺട്രോൾ ചെയ്യുന്ന ഒരു സംഘടന എന്ന നിലയിൽ നിന്ന് മോഡിക്ക് അപ്രമാദിത്വമുള്ള ഒരു സംഘടന എന്ന നിലയിലേക്ക് BJP മാറുന്നത് RSSനെ അലോസരപ്പെടുത്തുന്നുണ്ട്. അത് BJP മാറുന്നു എന്നുള്ളത് മാത്രമല്ല അവരുടെ പ്രശ്നം. കഴിഞ്ഞ ദിവസത്തെ കെജ്രിവാളിന്റെ പ്രസ്താവന ഉണ്ടല്ലോ, അമിത്ഷായെ പ്രധാനമന്ത്രിയാക്കാനാണ് മോദി നിങ്ങളോട് വോട്ട് ചോദിക്കുന്നതെന്ന് അരവിന്ദ് കെജ്രിവാൾ പറയുന്നുണ്ട്. അപ്പോൾ അതിനർത്ഥം RSSന് പ്രിയം അമിത്ഷായേക്കാൾ യോഗിയാണ് എന്നാണോ? അത് ഇതിനോട് തന്നെ കൂട്ടി വായിക്കേണ്ട മറ്റൊരു കാര്യമാണ്. മോദിയും അമിത്ഷായും തമ്മിലുള്ള തർക്കം UPയിലെ തെരഞ്ഞെടുപ്പുകളിൽ വലിയ രീതിയിൽ സ്വാധീനമുണ്ടാക്കിയിട്ടുണ്ട്. അത് മോദിയും അമിത്ഷായും എന്നുള്ള തർക്കത്തിനപ്പുറത്തേക്ക് ഠാക്കൂർമാരും BJPയും തമ്മിലുള്ള ഒരു തർക്കം എന്നുള്ള രീതിയിലേക്ക് വളർന്നിരിക്കുകയാണ്. യോഗിയെ ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ ശിവരാജ് സിംഗ് ചൗഹാന്റെയും വസുന്ധര രാജ സിന്ധ്യയുടെയും ഗതിയായിരിക്കും ഉണ്ടാകുന്നത്. യോഗിയെ മാറ്റാനുള്ള നീക്കങ്ങൾ ഉണ്ടാകും എന്നുള്ളത് ഠാക്കൂർമാരെ വലിയ രീതിയിൽ അസ്വസ്ഥരാക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസം യോഗി പ്രധാനപ്പെട്ട 3 ഠാക്കൂർ നേതാക്കന്മാരെ, രാജാഭയ്യ ഉൾപ്പെടെയുള്ള 3 ഠാക്കൂർ നേതാക്കന്മാരെ വിളിച്ചു വരുത്തി അവരുമായി ചർച്ച നടത്തി BJPക്ക് അനുകൂലമായ ഒരു പ്രസ്താവനയിൽ ഒപ്പുവെക്കണം, അത് പുറപ്പെടുവിക്കണം എന്നാവശ്യപ്പെട്ടു. അവർ 3 പേരും അത് നിഷേധിച്ചു. അങ്ങനെ ഠാക്കൂർമാർ ഒരു രീതിയിലും BJPക്ക് വഴങ്ങുന്ന ഒരു സമീപനമല്ല ഇപ്പോൾ സ്വീകരിച്ചിരിക്കുന്നത്. അത് BJPയെ ഉത്തർപ്രദേശിൽ ആകമാനം വലിയ രീതിയിൽ ബാധിക്കാം എന്നാണ്. ഉത്തർപ്രദേശിൽ ബാധിക്കാം. മഹാരാഷ്ട്രയിലും RSSൻ്റെ സംഘടനാ ബലമില്ലാതെ BJPക്ക് എങ്ങനെ മുന്നോട്ട് പോകാൻ കഴിയും എന്നുള്ളത് വലിയ ചോദ്യമാണ്. RSS ഈ വെല്ലുവിളി എങ്ങനെ ഏറ്റെടുക്കുന്നു എന്നുള്ളത്, ഈ വെല്ലുവിളിയോട് RSS എങ്ങനെ പ്രതികരിക്കുന്നു എന്നുള്ളത് ഈ വരുന്ന 3 ഘട്ടങ്ങളിലും BJPയുടെ ഭാവിയെ നിർണ്ണയിക്കുന്ന ഘടകമായി മാറും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ശരി, ശ്രീ നവനീത് മുകുന്ദൻ, ഇവിടെ ഇങ്ങനെയൊക്കെ ഉള്ള ഒരു സിറ്റുവേഷൻ സാഹചര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും ഈ BJPയോട് വിരോധമുണ്ട് എങ്കിൽ പോലും കോൺഗ്രസിന് വോട്ട് ചെയ്യില്ല എന്ന് ശഠിക്കുന്ന വലിയൊരു വോട്ടർമാരുള്ള സ്ഥലമാണ് ഈ UP ഉൾപ്പെടെയുള്ള ഉത്തരേന്ത്യ. അവിടെ എങ്ങനെ ഇന്ത്യ മുന്നണിക്ക് നേട്ടമുണ്ടാക്കാൻ കഴിയും? അജിൻസ്, ധനസമൂഹം ഇതിനു മുമ്പ് സംസാരിച്ചവരും പറഞ്ഞതുപോലെ മോദിക്ക് അനുകൂലമായ ഒരു തരംഗമില്ല. അത് നമുക്ക് മീഡിയയിൽ നിന്നെല്ലാം മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. മോഡിക്ക് എതിരായ തരംഗമില്ല എന്നുള്ളത് BJPയുടെ ഒരു അനുകൂല ഘടകം തന്നെയാണ്. കാരണം 10 വർഷം അധികാരത്തിലിരുന്നതിന് ശേഷവും
ആന്റി ഇൻകംബൻസി ഇല്ല എന്നുള്ളത് ഒരു BJPയുടെ ഒരു പ്ലസ് പോയിന്റോ അല്ലെങ്കിൽ BJPയുടെ അനുകൂല ഘടകമായി തന്നെ കാണണം. ഇന്ത്യ മുന്നണിക്ക് അനുകൂലമായി UP-യിൽ പറയാൻ പറ്റുന്ന ഒരു കാര്യം, ഇതിനു മുമ്പ് സമാജ്വാദി പാർട്ടിയും കോൺഗ്രസുമായിട്ട് മുന്നണിയും സീറ്റ് ഷെയറിംഗ് ഒക്കെ ഉണ്ടെങ്കിലും ഗ്രൗണ്ട് ലെവലില് പ്രവർത്തകരുടെ ഇടയിൽ അത് വർക്ക് ചെയ്തിട്ടില്ലായിരുന്നു. കാരണം അറിയാലോ, സമാജ്വാദി പാർട്ടിയുടെയും കോൺഗ്രസിന്റെയും വോട്ട് ട്രാൻസ്ഫർ ഇതിനു മുമ്പുള്ള ഒരു ഇലക്ഷനും നടന്നിട്ടില്ല. പ്രവർത്തകർ അത്രത്തോളം റെഡി ആയിരുന്നില്ല. നേതാക്കന്മാർ സീറ്റ് ഷെയറിംഗ് അനുസരിച്ച് വോട്ട് മറിയുന്നത്. പക്ഷെ ഇപ്പം ഈ ഒരു ഇലക്ഷനിൽ നമ്മൾ കാണുന്നത് മഹാരാഷ്ട്രയിലായാലും ഡൽഹിയിലായാലും UP-യിലായാലും നേതാക്കന്മാരെക്കാൾ കൂടുതൽ പ്രവർത്തകർ മറ്റ് പാർട്ടി മീൻസ് സമാജ്വാദി പാർട്ടി പ്രവർത്തകർ കോൺഗ്രസിന് വേണ്ടി വർക്ക് ചെയ്യുക, അല്ലെങ്കിൽ കോൺഗ്രസ് പ്രവർത്തകർ സമാജ്വാദി പാർട്ടിക്ക് വേണ്ടി വർക്ക് ചെയ്യുക. അത് ഏറ്റവും കൂടുതൽ കാണാൻ കഴിയുന്നത് മഹാരാഷ്ട്ര. എന്റെ ഒരു അഭിപ്രായത്തിൽ ഈ ഇലക്ഷനിലെ താരം എന്ന് പറയുന്നത് ഉദ്ധവ് താക്കറെ. ഉദ്ധവ് താക്കറെ മഹാരാഷ്ട്രയുടെ ഒരു അനിശ്ചിത നേതാവായി ഈ ഇലക്ഷന് ശേഷം വരും. കാരണം ഒരു സെൻസ് മഹാരാഷ്ട്രയിൽ നിന്ന് കിട്ടുന്നതാണ്. സോ അത്രത്തോളം ഒന്നും UP-യിൽ പോയിട്ടില്ല. UP-യിൽ BJPക്ക് അഡ്വാൻറ്റേജ് ഇല്ല എന്നുള്ളത് സത്യം തന്നെയാണ്. ഇതുവരെ ഒരു വലിയ തരംഗമൊന്നുമില്ല. പക്ഷെ അത് വലിയ ഡിസഡ്വാൻറ്റേജ് ആയിട്ടോ വലിയ സീറ്റ് കുറയൊന്നും തോന്നില്ല. വോട്ട് തീർച്ചയായും ഇന്ത്യ മുന്നണിക്ക് വോട്ട് കൂടുമായിരിക്കും. പക്ഷെ അത് ഒരു BJPയെ പിറകിലോട്ട് അടിക്കുന്ന ലെവലിൽ, സീറ്റ് കുറയുന്ന ലെവലിൽ പോകാൻ ചാൻസ് ഇല്ല. പിന്നെ ഇന്ത്യ മുന്നണിയുടെ ഏറ്റവും അനുകൂല ഘടകം സമാജ്വാദി പാർട്ടിയുടെ കാൻഡിഡേറ്റ് സെലക്ഷനാണ്. 67 സീറ്റിൽ എന്താണ് സമാജ്വാദി പാർട്ടി മത്സരിക്കുന്നത്. മുമ്പ് എങ്ങനെയാന്ന് വെച്ചാൽ അതിനകത്ത് 3/4 ഭാഗവും യാദവരും മുസ്ലിംസും ആയിരിക്കും. പക്ഷെ ഇപ്രാവശ്യം അങ്ങനെയല്ല. ഇപ്രാവശ്യം SC/STക്ക് മറ്റ് യാദവരല്ലാത്ത മറ്റ് പിന്നോക്കക്കാർക്ക് സമാജ്വാദി പാർട്ടി സീറ്റ് കൊടുത്തിട്ടുണ്ട്, ഒരുപാട് കൊടുത്തിട്ടുണ്ട്. സോ സമാജ്വാദി പാർട്ടിയുടെ മുസ്ലിങ്ങൾ 25-30% ഉള്ള കോൺസ്റ്റിറ്റ്യുവൻസിയിൽ സാധാരണ സമാജ്വാദി പാർട്ടി ഒരു മുസ്ലിം കാൻഡിഡേറ്റിനെയാണ് വെക്കുന്നത്. ഇപ്രാവശ്യം അവിടെ ഒരു നോൺ മുസ്ലിമിനെ വെച്ചിട്ടുണ്ട്. അതിന്റെ ഒരു സ്ട്രാറ്റജി എന്ന് പറഞ്ഞാൽ എന്തായാലും മുസ്ലിം വോട്ട് നമുക്ക് കിട്ടും. അപ്പം BJPക്ക് ഒരു പോളറൈസേഷൻ സാഹചര്യം ഉണ്ടാക്കാതിരിക്കാൻ, സോ അത് ചില മണ്ഡലങ്ങളിൽ ശക്തമായി വർക്ക് ചെയ്യാൻ ചാൻസ് ഉണ്ട്. പ്രത്യേകിച്ച് മുസ്ലിങ്ങൾ 25% കൂടുതലുള്ള UP-യിലെ ചില മണ്ഡലങ്ങൾ. ഇവിടെ ആനന്ദ് ചൂണ്ടിക്കാട്ടിയ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. ഈ BSP നേതാവ് മായാവതി സംസാരിക്കുന്നത് മുഴുവൻ SP-ക്കെതിരെ മാത്രമാണ്. SP-ക്കെതിരെ മാത്രം. അജിംസെ, അതെന്തായാലും വോട്ട് കട്ടറാണ്. അത് ആ സത്യം അംഗീകരിച്ചുകൊണ്ട് മാത്രമേ ഇന്ത്യ മുന്നണിക്ക് പോകാൻ പറ്റൂ. അതുണ്ടെങ്കിൽ പോലും ഒരു സ്ട്രാറ്റജി എന്ന നിലയിൽ അഖിലേഷ് യാദവിന്റെ സ്ട്രാറ്റജി വളരെ നല്ല സ്ട്രാറ്റജിയാണ്. കാരണം കഴിഞ്ഞ 25% മുസ്ലിങ്ങളുള്ള മണ്ഡലങ്ങളിൽ കഴിഞ്ഞ പ്രാവശ്യം BJPയാണ് ജയിച്ചത്. കാരണം 25 അഗേൻസ്റ്റ് 70 സ്ഥലത്ത് വൺ സൈഡഡ് ആയിട്ട് കൺസോൾട്ടേഷൻ ഉണ്ടായി. കാരണം SP-യുടെ കാൻഡിഡേറ്റ് മുസ്ലിം കൂടെ ആയിരുന്നു. ഇപ്രാവശ്യം അവരെന്താണ് ചെയ്തിരിക്കുന്നത്? ആ മണ്ഡലങ്ങളിൽ മുസ്ലിങ്ങൾക്കല്ല സീറ്റ് കൊടുത്തിരിക്കുന്നത്, യാദവർക്കുമല്ല, മറ്റ് പിന്നോക്ക വിഭാഗങ്ങളിലുള്ളതാണ്. അപ്പം അവരുടെ കാൽക്കുലേഷൻ വളരെ കൃത്യമാണ്. 25% മുസ്ലിം വോട്ട് ഞങ്ങൾക്ക് കിട്ടും, അതിന്റെ കൂട്ടത്തിൽ BJPക്ക് പോളറൈസ് ചെയ്യാനുള്ള ഒരു അവസരം ഉണ്ടാക്കാതിരിക്കുക. സോ ഞാൻ കാണുന്നത് 2 പോസിറ്റീവാണ് ഇന്ത്യ മുന്നണിക്ക് ഉത്തർപ്രദേശിലുള്ളത്. ഒന്ന്, അഖിലേഷ് യാദവിന്റെ കാൻഡിഡേറ്റ് സെലക്ഷൻ. 2, സമാജ്വാദി പാർട്ടിയുടെയും കോൺഗ്രസിന്റെയും അണികൾക്കിടയിലുള്ള ഐക്യം. അത് എവിഡന്റ് ആണ്, ഇതുവരെ കണ്ടിട്ടില്ലാത്ത രീതിയിൽ എവിഡന്റ് ആണ്. രാഹുൽ ഗാന്ധി ചെല്ലുന്ന സ്ഥലത്തെല്ലാം സമാജ്വാദി പാർട്ടി പ്രവർത്തകരാണ് കൂടുതലായിട്ടുള്ളത്. ഇതിനു മുമ്പ് അങ്ങനെ കണ്ടിട്ടില്ല. മഹാരാഷ്ട്രയിലും വളരെ ക്ലിയറായി വോട്ട് ട്രാൻസ്ഫർ നടക്കും എന്ന് നമുക്ക് തോന്നത്തക്ക രീതിയിൽ പ്രവർത്തകർ തമ്മിൽ നല്ല രീതിയിലുള്ള ഐക്യമുണ്ട്. ഇന്ത്യ മുന്നണിക്ക് അനുകൂല ഘടകമാവുന്ന ഇതായിരിക്കും ഏറ്റവും വലിയ. പ്രത്യേകിച്ച് ബോംബെ പോലുള്ള സ്ഥലങ്ങളിൽ ഒരിക്കലും സാധാരണഗതിയിൽ ശിവസേനയിൽ നിന്നും ഒരു കോൺഗ്രസ് കാൻഡിഡേറ്റിന് വോട്ട് ട്രാൻസ്ഫർ നടക്കില്ല. നേതാക്കന്മാരിരുന്നാൽ അങ്ങനെ നടക്കില്ലല്ലോ. പക്ഷെ ഇപ്രാവശ്യം കണ്ട ഒരു പ്രത്യേകത, പ്രവർത്തകർ തമ്മിലുള്ള ഐക്യം ഇന്ത്യ മുന്നണിക്ക് നല്ല രീതിയിൽ ഗുണമുണ്ടാകും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ശരി, ശ്രീ ധനസുമോദ്, ഒരു തരം സൈലൻസ് ഉണ്ട് UP-യിൽ ഉൾപ്പെടെ എന്ന് കാണാറുണ്ട്. സൈലൻസ് എന്ന് പറഞ്ഞാൽ UP-യിലൊക്കെ പരസ്യമായ ആളുകൾ ഇതിനോട് പ്രതികരിക്കാൻ തന്നെ മടിക്കും. ഇപ്പോൾ മോദിക്കെതിരെ വോട്ട് ചെയ്യാൻ തീരുമാനിച്ചാൽ പോലും ഞങ്ങൾ മോദിക്കാണ് വോട്ട് ചെയ്യുക എന്ന് പറഞ്ഞിട്ട് ചിലപ്പോൾ മാറ്റി ചെയ്യാം. കാരണം തങ്ങളുടെ രാഷ്ട്രീയ നിലപാട് എന്താണെന്ന് തുറന്നു പറയാൻ ഭയക്കുന്ന ആളുകൾ UP-യിൽ ഉണ്ടെന്ന് പറയാറുണ്ട്. അങ്ങനെ ഫീൽ ചെയ്തോ? അങ്ങനെയെങ്കിൽ മറ്റൊരു നിശബ്ദ തരംഗം അവിടെ ഉണ്ടോ?
അജിംസ് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമ്മൾ ഈ ഒന്നാം ഘട്ടവും രണ്ടാം ഘട്ടവും തെരഞ്ഞെടുപ്പ് റിപ്പോർട്ട് ചെയ്യാനായി ചെല്ലുന്ന സമയത്ത്, അതായത് ഈ മുസഫർ നഗർ, മീററ്റ് തുടങ്ങിയ മേഖലകളിലൊക്കെ വോട്ട് ചെയ്യാൻ ചെല്ലുന്ന സമയത്ത് ഈ തരത്തിലുള്ള ഒരു മോദിക്കെതിരെ ആരും സംസാരിക്കാൻ വലിയ തയ്യാറായിട്ടില്ല എന്നുള്ള കാര്യം തന്നെ ശ്രദ്ധേയമായിരുന്നു. കാര്യം 1, 2, 3 ഘട്ടത്തിൽ അത് തന്നെയായിരുന്നു. കാര്യം സാധാരണ ഈ വടക്ക് പടിഞ്ഞാറൻ UP, ഈ വെസ്റ്റേൺ UP ഇതൊക്കെയാണ് ഒരു ഉറപ്പായിട്ടും ഒരു മോദിക്കെതിരായി പ്രവർത്തിക്കേണ്ട കർഷകരുടെയും ജാട്ടുകളുടെയൊക്കെ ഒരു ഏരിയ ഉള്ള ഒരു പ്രദേശം എന്ന് പറയുന്നത്. കാര്യം കുറച്ചുകൂടി ഒരു സെൻട്രൽ UPയോട് ചേർന്ന് നിൽക്കുന്ന ഈ മെയിൻപുരി അല്ലെങ്കിൽ ഇട്ടാവ തുടങ്ങിയ സ്ഥലങ്ങളെല്ലാം ഒരു യാദവ ബെൽറ്റാണ്. പക്ഷേ ഈ അവിടെയെല്ലാം ഈ പറഞ്ഞ പോലെ തന്നെ എല്ലാ സീറ്റിലും വിജയിച്ചിരിക്കുന്നത് BJP ആയിരുന്നു ഈ മൂന്നാമത്തെ ഘട്ടത്തിലേക്ക് വന്നു കഴിയുമ്പോൾ. കാര്യം അവിടെ ജയിച്ചിരിക്കുന്നത് വെറുതെ ജയിക്കുക മാത്രമല്ല, ഏറ്റവും കുറഞ്ഞത് 1 ലക്ഷം വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിലായിരുന്നു ജയിച്ചിരുന്നത്. അതുകൊണ്ട് ഈ നരേന്ദ്രമോദിക്കെതിരെ വലിയ ശക്തമായ ഒരു കാറ്റുണ്ടാകും എന്ന് നമ്മൾ പ്രതീക്ഷിച്ചിരുന്ന സ്ഥലത്ത് ചെല്ലുമ്പോൾ അവിടെ ഒരു സൈലന്റ് ആണ്. അവിടെ ആരും മോദിക്കെതിരെ സംസാരിക്കാൻ തയ്യാറായിരുന്നില്ല. പക്ഷേ പിന്നീട് ഒരു രാഷ്ട്രീയ ഗതി മാറുന്ന പല ഘടകങ്ങൾ ഇവിടെ ഉണ്ടായിട്ടുണ്ട്. അതായത് ഈ അരവിന്ദ് കെജ്രിവാൾ ജയിലിൽ നിന്ന് ഇറങ്ങുന്നു, അദ്ദേഹത്തിൻ്റെ പ്രസ്താവനകൾ അത് നേരെ UPയിൽ പ്രതിഫലിക്കുന്നു. അത് മാത്രമല്ല, ഇതിനകത്ത് ഇപ്പോൾ അഖിലേഷ് യാദവും രാഹുൽ ഗാന്ധിയുമായി ഒരു സഹോദരന്മാരെ പോലെ നമുക്ക് നിന്ന് ഒരു ഫൈറ്റ് ചെയ്യുന്നത് കാണുന്നത് ഒരു മൂന്നാം ഘട്ടം തൊട്ടാണ് ഇതിൻ്റെ ഒരു വിസിബിളായിട്ട് കാണാൻ തുടങ്ങുന്നത്. ഇതോടുകൂടി ആ ഒരു ഊർജം ഒരു സാധാരണ ജനങ്ങളിലേക്ക് കൂടി പകരുകയും അങ്ങനെ ആ സാധാരണ ആൾക്കാർ, മോദിക്ക് വിരോധമുള്ളവർ അല്ലെങ്കിൽ മോദിയുടെ നയങ്ങളോട് താല്പര്യമില്ലാത്തവർ അത് തുറന്നു പറയാൻ തയ്യാറായി വരുന്നത് എന്ന് തന്നെയാണ് കാണുന്നത്. കാര്യം നമ്മളിപ്പോൾ ഈ വോട്ട് ചെയ്ത് ഇറങ്ങിയ പലരോട് സംസാരിക്കുമ്പോൾ തന്നെ നമ്മൾ പലതരത്തിലാണ് ഇതെങ്ങനെയാണ് ഇവരുടെ ഒരു വോട്ടിംഗ് പാറ്റേൺ എന്ന് മനസ്സിലാക്കുന്നത്. അപ്പോൾ നമ്മൾ ചോദിക്കാറുണ്ട്, നിങ്ങൾ ക്യാ മുദ്ദ കേ ലിയേ ആപ്കാ മതദാൻ, അതായത് നിങ്ങൾ ഏത് വിഷയത്തിലാണ് നിങ്ങളുടെ വോട്ട് നിങ്ങൾ രേഖപ്പെടുത്തിയെന്ന്. അപ്പോൾ റോസ്ഗാരി അല്ലെങ്കിൽ തൊഴിലില്ലായ്മ തുടങ്ങിയ പ്രശ്നങ്ങളാണ് പറയുമ്പോൾ നമുക്കറിയാം ഇതൊരു മോദി വിരുദ്ധ വോട്ടാണ്. അതേസമയം ഈ ദേശസുരക്ഷ എന്ന രീതിയിൽ മറ്റു തരത്തിലുള്ള ഒരു വോട്ടിംഗ് പാറ്റേൺ, അവരുടെ ആ രീതിയിലുള്ള ഒരു സംഭാഷണവും നമുക്ക് വരുന്നുണ്ട്. പക്ഷേ ആ തരത്തിൽ വളരെ ബുദ്ധിമുട്ടിയാണ് നമ്മൾ എങ്ങനെയാണ് ഇവരുടെ ഒരു വോട്ടിംഗ് പാറ്റേൺ പോയത് എന്നുള്ള കാര്യം ഒന്നാം ഘട്ടത്തിലും രണ്ടാം ഘട്ടത്തിലും ഒരു പരിധിവരെ മൂന്നാം ഘട്ടത്തിലും നമ്മൾ വായിച്ചെടുക്കാൻ പറ്റിയിരുന്നെങ്കിൽ, പക്ഷേ ഒരു നാലാം ഘട്ടത്തിലേക്ക് എത്തിക്കഴിയുമ്പോൾ ഉണ്ടാകുന്നൊരു ഗുണം എന്ന് പറയുന്നത് ഇത് വിസിബിളായിട്ട് മോദിക്ക് എതിരായിട്ടുള്ള ആൾക്കാർ അക്കാര്യം പരസ്യമായി തുറന്നു പറയാൻ തയ്യാറാവുന്നു എന്നുള്ളത് തന്നെയാണ് കാര്യം. അതാണ് നേരത്തെ പറഞ്ഞത്, ഈ തരത്തിലുള്ള ഒരു വോട്ടിംഗ് പാറ്റേൺ അല്ലെങ്കിൽ ഈ തരത്തിലുള്ള ഒരു പ്രതിപക്ഷ ഒരു കൂട്ടായ്മ ഈ മോദിക്കെതിരെ നിൽക്കാൻ വേറെ ആര് എന്നുള്ളൊരു ചോദ്യം അവസാന നിമിഷം വരെ ഉണ്ടായിരുന്നു. കാര്യം ഇവർക്ക് ഈ അമേത്തിയും റായ്ബറേലിയിലും പ്രഖ്യാപിക്കാനുണ്ടെങ്കിൽ ഇക്കാര്യം നേരത്തെ പ്രഖ്യാപിച്ചുകൂടെ? എന്തിനാണ് ഇത്തരത്തിലുള്ള ചർച്ചകൾ നീട്ടി ദിവസങ്ങളോളം ആഴ്ചകളോളം കൊണ്ടുപോകുന്നത്? ഈ തരത്തിലുള്ള ചർച്ചകൾ നീണ്ടുപോകുമ്പോൾ ഉണ്ടാകുന്നൊരു പ്രധാന പ്രശ്നം, ഇവിടെ യഥാർത്ഥ ജനകീയ പ്രശ്നം ചർച്ച ചെയ്യാനുള്ള ഒരു സമയമില്ലാതായി പോകുന്നു എന്നുള്ളതാണ് കാര്യം. ആ ഒരു എയർ സ്പേസ് മുഴുവനും കിട്ടുന്നത്, അല്ലെ വാർത്താ മാധ്യമങ്ങൾ മുഴുവനും കിട്ടുന്നത് രാഹുൽ ഗാന്ധി പ്രിയങ്ക ഗാന്ധി മത്സരിക്കുമോ എന്നുള്ളൊരു കാര്യത്തിൽ തന്നെയായിരുന്നു. അതുകൊണ്ട് കുറച്ചുകൂടി ഒരു ഹോംവർക്ക് ചെയ്ത് മുന്നോട്ട് വന്നിരുന്നെങ്കിൽ ഈ തരത്തിൽ ഒരു ഗതി മാറ്റിമറിക്കുന്ന തരത്തിലേക്ക് വലിയ വോട്ടിംഗ് പാറ്റേണിൽ തന്നെ വലിയ വ്യത്യാസം രാഷ്ട്രീയമായി പ്രതികരിക്കാൻ ഈ സമാജ്വാദി പാർട്ടി തയ്യാറാകുന്നു എന്നുള്ളതാണ് ഡി ധനസ്മൃത് പറയുന്നത്. ഞാൻ മടങ്ങി വരാത്തതിലേക്ക് ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം അധികൾക്കെതിരെ ശ്രീ ആനന്ദ് കൊച്ചുകൂടി, ഈ ബാറ്റിൽ ഫീൽഡ് സ്റ്റേറ്റ് എന്ന് പറയുന്ന ഇപ്പോൾ ഒഡീഷ വളരെ നിർണായകമായൊരു സംസ്ഥാനമായിട്ട് ആനന്ദ് പറയുകയുണ്ടായി. ആന്ധ്രയിലും BJP നേടുന്ന എന്ത് നേട്ടവും അവർക്ക് വലിയ അഡ്വാൻറ്റേജ് ആകുമെന്ന് പറയുന്നു. പക്ഷേ മഹാരാഷ്ട്ര ഈ ഘട്ടത്തോടുകൂടി പൂർണ്ണമാവുകയാണ്. അവിടെ എല്ലാ സീറ്റിലും പോളിംഗ് പൂർത്തിയാവുകയാണ്. മഹാരാഷ്ട്രയിലെ ഇതുവരെയുള്ള ഘട്ടങ്ങൾ പരിശോധിക്കുമ്പോൾ ആനന്ദിന് തോന്നുന്നത് എന്താണ്? മഹാരാഷ്ട്രയിൽ എല്ലാവരും പറയുന്നത് BJPക്ക് വലിയ തോതിൽ നഷ്ടമുണ്ടാകുമെന്നാണ്. പക്ഷേ കഴിഞ്ഞ തവണ അവിടെ BJP 24 സീറ്റിൽ മത്സരിച്ച് 22 സീറ്റോ 23 സീറ്റോ ജയിച്ചിട്ടുണ്ട്. അപ്പോൾ BJPക്ക് അവിടെ എത്ര കുറവ് വരാനാണ്? അവിടെ അവർക്ക് കഴിഞ്ഞ തവണ ശിവസേനയ്ക്ക് കിട്ടിയ ആ സീറ്റുകളായിരിക്കും അവർക്ക് കുറവ് വരുന്നത്. അപ്പോൾ BJPക്ക് അവരുടെ ടാലി, അതായത് BJPയുടെ സ്വന്തം ടാലി അധികം കുറവ് വരാനില്ല. കാരണം അവർ ഇത്തവണ മത്സരിക്കുന്നത് 30ഓ 28ഓ സീറ്റിലാണ്. അപ്പോൾ അത്രയും സീറ്റിൽ മത്സരിക്കുമ്പോൾ BJP അവിടെ ഇപ്പോഴും വളരെ ശക്തം തന്നെയാണ്. പക്ഷേ അവർ 14 സീറ്റ് ഏകനാഥ് ഷിൻഡെ വിഭാഗത്തിന് കൊടുത്തിട്ടുണ്ട്. പിന്നെ അജിത് പവാറിന് 4 സീറ്റ് കൊടുത്തിട്ടുണ്ട്. അവർക്കൊക്കെ എത്ര സീറ്റ് ജയിക്കാൻ പറ്റുമെന്നുള്ളതിന് വലിയ സംശയമുണ്ട്. പക്ഷേ അപ്പോഴും BJPക്ക് അവിടെ കാര്യമായിട്ട് കുറവ് വരില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പിന്നെ അവിടെ ഈ വഞ്ചിത് ബഹുജൻ അഘാടി, പ്രകാശ് അംബേദ്കറിൻ്റെ OICയുടെ ഒക്കെ പാർട്ടി, ഇപ്പോൾ BSP എങ്ങനെയാണ് ഉത്തർപ്രദേശിൽ വോട്ട് സ്പ്ലിറ്റ് ചെയ്യുന്നത്, അതുപോലെ
ഇവിടെ മഹാരാഷ്ട്രയിൽ വോട്ട് സ്പ്ലിറ്റ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ ഈ രണ്ട് പാർട്ടികൾക്ക് മാത്രമല്ല മൂന്നാമത്തെ കക്ഷികൾക്കും വോട്ട് ചെയ്യാൻ ആൾക്കാരുണ്ട് അവിടെ. അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോൾ പിന്നെ ഉത്തർപ്രദേശിലൊക്കെ പിന്നെയും ആൾക്കാർ കുറച്ചുകൂടെ കൺസോൾട്ടേറ്റഡ് ആണ്. ഇപ്പോൾ കഴിഞ്ഞ തവണ ഇതുപോലെ തന്നെ മത്സരം നടക്കുമ്പോൾ ഒവൈസിക്ക് മഹാരാഷ്ട്രയിൽ ജയിക്കാൻ ഒരു സീറ്റ് കിട്ടി. പഴയൊരു പത്രപ്രവർത്തകനായ ഇംതിയാസ് ജലീൽ എന്ന് പറയുന്ന ഒരാൾ കഴിഞ്ഞ തവണ മഹാരാഷ്ട്രയിൽ ഔറംഗാബാദ് എന്ന മുസ്ലിം ഡോമിനേറ്റഡ് സീറ്റിൽ ഇന്ത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥി ഉള്ളപ്പോൾ അല്ലെങ്കിൽ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി ഉള്ളപ്പോൾ അദ്ദേഹത്തെ തോൽപ്പിച്ച് അവിടെ ജയിക്കുന്നത് ഈ ഇംതിയാസ് ജലീലാണ്. അപ്പോൾ എങ്ങനെയാണ് എത്രമാത്രം വോട്ട് സ്പ്ലിറ്റ് ചെയ്യണം ഒരാൾ ജയിക്കണമെങ്കിൽ, അല്ലെങ്കിൽ അയാളെ അത് മാത്രമല്ല കഴിഞ്ഞ തവണ ഇതുപോലെ കോൺഗ്രസിൻ്റെയും NCPയുടെയും കഴിഞ്ഞ തവണ കോൺഗ്രസ് NCP സഖ്യമായിരുന്നല്ലോ. അപ്പോൾ അവരുടെ പാർട്ടികളുടെ കാൻഡിഡേറ്റുമാരെ തോൽപ്പിക്കാൻ പല സീറ്റുകളിലും പ്രവർത്തിച്ചത് ഒവൈസിയുടെയും ഈ പ്രകാശ് അംബേദ്കറിൻ്റെയും പാർട്ടിയുടെ നേതാക്കൾ തന്നെയാണ്. അതുകൊണ്ടൊക്കെ തന്നെയാണ് നമ്മൾ ഈ BJPക്ക് അവിടെ എന്തെങ്കിലും കുറച്ച് ക്ഷീണമുണ്ട്, അല്ലെങ്കിൽ അവിടെ ഏകനാഥ് ഷിൻഡെയുടെ പാർട്ടിക്കും അജിത് പവാറിൻ്റെ പാർട്ടിക്കും കാര്യമായിട്ടുള്ള ക്ഷീണമുണ്ട് എന്നൊക്കെ ഉള്ളത് നമ്മൾ മനസ്സിലാക്കുമ്പോഴും അവിടെ കാര്യമായിട്ട് ഇന്ത്യ മുന്നണിക്ക് സീറ്റ് കൂടുതൽ കിട്ടുമെന്ന് നമ്മൾ ആശങ്കപ്പെടുന്നത്. അവിടെ BJPക്ക് കഴിഞ്ഞ തവണ കിട്ടിയ സീറ്റിനേക്കാൾ കാര്യമായിട്ട് കുറയില്ല, ഒരു 20 സീറ്റെങ്കിലും അവർക്ക് ചുരുങ്ങിയത് കിട്ടും. പ്ലസ് അവർക്ക് ഈ ഏകനാഥ് ഷിൻഡെയുടെ പാർട്ടിക്കും അവരുടെ കൊങ്കൺ ബോംബെ ബെൽറ്റിലുള്ള കുറച്ച് സീറ്റുകളെങ്കിലും അവർ പിടിക്കാതിരിക്കില്ല. അതുകൊണ്ട് തന്നെ അവർക്ക് പരമാവധി ബെസ്റ്റ് കേസ് സിനാരിയോ ഇന്ത്യ മുന്നണിക്ക് അവിടെ ഒരു 50% ആണ്. അതായത് 48 സീറ്റിൽ ടോട്ടൽ 48 സീറ്റിൽ ഒരു 24 സീറ്റ് പിടിക്കാൻ പറ്റിയാൽ അതായിരിക്കും ബെസ്റ്റ് കേസ് സിനാരിയോ ഈ മൂന്ന് പാർട്ടികളും കൂടി. പക്ഷെ അതുകൊണ്ട് എത്രമാത്രം മാറ്റം വരുത്താൻ പറ്റും ടോട്ടൽ ഈ 543 സീറ്റുകളുടെ ഒരു ടാലി എടുക്കുമ്പോൾ. പിന്നെ ഒഡീഷയുടെ കാര്യത്തിൽ എന്തായാലും അവിടെ BJPക്ക് നേട്ടം ഉണ്ടാകുമെന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അവിടെ ഈ പാണ്ഡ്യനെതിരെ VK പാണ്ഡ്യൻ എന്ന നവീൻ പട്നായിക്കിൻ്റെ സക്സസർ അദ്ദേഹം ഇപ്പോഴും ഒരു ബ്യൂറോക്രാറ്റിനെ പോലെയാണ് അദ്ദേഹത്തിൻ്റെ പല ശൈലിയും. അപ്പോൾ അദ്ദേഹത്തെ മുൻനിർത്തിയാണ് BJD ഇലക്ഷനെ നേരിടുന്നത്. അപ്പോൾ അദ്ദേഹത്തിനെതിരെ വലിയൊരു വികാരം അവിടെ ഉള്ളതായിട്ടാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒഡീഷയിലെ കാര്യം. ബംഗാളിൽ മാത്രമാണ് ഞാൻ TMC BJPയെ ഒരു തരത്തിൽ മലർത്തിയടിക്കുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ പറ്റിയത്. അവിടെ സന്ദേശ് ഖാലി പോലെയുള്ള ഒരു വലിയ വികാരത്തെ അവർക്ക് മറികടക്കാനെന്ന് മാത്രമല്ല അത് തിരിച്ച് ആനന്ദ് ബോസിനെതിരെയും BJPക്കെതിരെയും കയറ്റിവിടാൻ അല്ലെങ്കിൽ തിരിച്ചുവിടാൻ അവർക്ക് കഴിഞ്ഞിട്ടുണ്ട്. അവിടെ BJPക്ക് ബംഗാളിൽ ഏറ്റവും ചുരുങ്ങിയ പക്ഷം സീറ്റുകൾ കൂടില്ല എന്ന് തന്നെ ഞാൻ കരുതുന്നു. പക്ഷേ മറ്റു പലരും പറയുന്നത് കൂടുമെന്നാണ്. ആസാം പോലെയുള്ള സംസ്ഥാനങ്ങൾ, ആന്ധ്രാപ്രദേശിൽ എന്തായാലും BJPക്ക് എന്ത് കിട്ടിയാലും അവിടെ ആകെ 4 സീറ്റിലേ മത്സരിക്കുന്നുള്ളൂ. പക്ഷേ അവിടെ ജയിക്കാൻ സാധ്യതയുണ്ട് BJP. കാരണം അവിടെ എപ്പോഴും ഒരു ആൻറ്റി ഇൻകംബൻസി 5 വർഷം കൂടുമ്പോൾ സർക്കാർ മാറുന്ന ഒരു അവിടെ നിയമസഭാ തിരഞ്ഞെടുപ്പുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഒരു പ്രത്യേകിച്ച് അവിടെ കൺസോൾട്ടേഷനും ഉണ്ട്. കാരണം അവിടെ BJPയുടെ കൂടെ ഈ ചന്ദ്രബാബു നായിഡു മാത്രമല്ല പവൻ കല്യാണിൻ്റെ പാർട്ടിയുണ്ട്. നേരെ മറിച്ച് ജഗന് വിരുദ്ധമായിട്ട് അദ്ദേഹത്തിൻ്റെ വോട്ട് സ്പ്ലിറ്റ് ചെയ്യാൻ അവിടെ കോൺഗ്രസ് ഉണ്ട്. ഇപ്പോൾ ഷർമിളയുടെ പാർട്ടി മിക്കവാറും ചെയ്യുന്ന പരിപാടി അത് 10% സീറ്റ് അവിടെ കോൺഗ്രസ് പിടിക്കുകയാണെങ്കിൽ ആ 10% മിക്കവാറും BJPക്കും ചന്ദ്രബാബു നായിഡുവിനും അവിടെ സ്വീപ്പ് ചെയ്യാൻ പറ്റുന്ന ഒരു ഉതകുന്ന രീതിയിലായിരിക്കും അവിടെ മിക്കവാറും വോട്ട് സ്പ്ലിറ്റ് വരുമ്പോൾ മാറുന്നത്. അതായത് BSP ഉത്തർപ്രദേശിലും മഹാരാഷ്ട്രയിലും അതേ പരിപാടിയായിരിക്കും. ഇപ്പോഴും സ്ട്രോങ് ആണോ പഴയതുപോലെ ചന്ദ്രബാബു നായിഡു? അവിടെ ചന്ദ്രബാബു നായിഡു സ്ട്രോങ് ആണെന്ന് മാത്രമല്ല അവിടെ കൺസോൾട്ടേഷൻ നടക്കുമെന്നാണ് തോന്നുന്നത്. ഇപ്പോൾ ഈ ജഗൻമോഹൻ റെഡ്ഡി അവിടെ ആകെ കരുതുന്നത് അവിടെ കുറച്ച് ന്യൂനപക്ഷ വോട്ടുകൾ ഇപ്പോൾ BJPയുടെ കൂടെ ചന്ദ്രബാബു നായിഡു കൂടുമ്പോൾ ന്യൂനപക്ഷ വോട്ടുകൾ അദ്ദേഹത്തിന് അനുകൂലമായി വരും, പ്രത്യേകിച്ച് ക്രിസ്ത്യൻ വോട്ടുകളൊക്കെ അദ്ദേഹത്തിന് അനുകൂലമായി വരും എന്നാണ് അദ്ദേഹം കരുതുന്നത്. പക്ഷേ അതുകൊണ്ട് മാത്രം ജയിക്കാൻ പറ്റുമെന്ന് ഞാൻ കരുതുന്നില്ല. അവിടെ കൺസോൾട്ടേഷൻ ഈ 3 പാർട്ടികൾ ഒന്നിച്ചു വരുമ്പോൾ ഉണ്ടാകുന്ന ഒരു കൺസോൾട്ടേഷൻ അത് ചന്ദ്രബാബു നായിഡു പണ്ടത്തെ അത്ര സ്ട്രോങ് അല്ല എങ്കിൽ കൂടി ഈ സഖ്യത്തിലൂടെ അവിടെ കോൺഗ്രസ് വോട്ട് സ്പ്ലിറ്ററായിട്ട് 10% വോട്ട് പിടിക്കുമെന്നാണ് കരുതുന്നത്. അപ്പോൾ ആ 10% പിടിക്കുന്നത് ജഗന് വലിയ അടിയാകും. അപ്പോൾ അവിടെ എന്തായാലും കോൺഗ്രസിനും ചന്ദ്രബാബു നായിഡു പിടിക്കുന്ന സീറ്റുകൾ വലിയ നിർണായകമാണ്. കാരണം ശിവസേനയുടെയൊക്കെ സീറ്റുകൾ കുറയും, അല്ലെങ്കിൽ JDUവിൻ്റെ നിതീഷ് കുമാർ പിടിക്കുന്ന സീറ്റുകൾ ബീഹാറിൽ എണ്ണം കുറയുമെന്ന് കരുതുന്നു. പക്ഷേ അപ്പോഴും ചന്ദ്രബാബു പിടിക്കുന്ന വോട്ടുകൾ NDAയുടെ വോട്ടുകൾ, അതായത് BJP ഇതര NDA വോട്ടുകളുടെ ആ ടാലി കൂട്ടാൻ അല്ലെങ്കിൽ അത് നിലനിർത്താൻ സഹായകരമാകും എന്നാണ് കരുതുന്നത്. അപ്പോൾ ഇതുപോലെയുള്ള ഈ സ്വിംഗ് സ്റ്റേറ്റുകൾ വളരെ നിർണായകമാണ്. ശരി, ശ്രീ നിസാം സെയ്ദ്, അപ്പോൾ
ഇവിടെ നിർണായകമാകുന്നത്, അതായത് ബി ജെ പിക്ക് നഷ്ടമാകുന്ന സീറ്റുകൾ പുതിയിടങ്ങളിൽ നിന്ന് കിട്ടാൻ സാധ്യതയുണ്ട്. പക്ഷെ നിർണായകമാകുന്നത് ബി ജെ പിയുടെ സ്ട്രോങ് ഹോൾഡുകളിൽ ഇന്ത്യ മുന്നണിയോ കോൺഗ്രസോ നടത്താൻ സാധ്യതയുള്ള മുന്നേറ്റമാണ്. ആ മുന്നേറ്റം യഥാർത്ഥത്തിൽ ഉണ്ടാവേണ്ടത് രാജസ്ഥാനിലും ഗുജറാത്തിലും മധ്യപ്രദേശിലുമാണ്. അങ്ങനെ ഒരു മുന്നേറ്റം ഈ സംസ്ഥാനങ്ങളിൽ പ്രതീക്ഷിക്കണമോ കഴിഞ്ഞുപോയ മധ്യപ്രദേശ് രാജസ്ഥാൻ തിരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിൽ? ഈ സംസ്ഥാനങ്ങളിലെല്ലാം കോൺഗ്രസും ബി ജെ പിയും നേരിട്ട് ഏറ്റുമുട്ടുന്ന സംസ്ഥാനങ്ങളിൽ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിനെ അപേക്ഷിച്ച് കടുത്ത മത്സരം പല സീറ്റുകളിലും നടന്നു എന്നുള്ളത് തന്നെയാണ് നമുക്ക് കിട്ടുന്ന വാർത്തകൾ. രാജസ്ഥാനിൽ 10 സീറ്റിലെങ്കിലും പ്രവചനാതീതമായ മത്സരമായിരുന്നു എന്നാണ് പൊതുവെ വിലയിരുത്തപ്പെടുന്നത്. ഗുജറാത്തിലെ ആദിവാസി മേഖലയിലുള്ള 3 സീറ്റുകൾ കോൺഗ്രസിന് വിജയിക്കാൻ സാധ്യതയുണ്ട് എന്ന് പറയുന്നത് നമുക്ക് എത്രമാത്രം വിശ്വസനീയമാണ് എന്നറിയത്തില്ല. ഛത്തീസ്ഗഡിലും ജാർഖണ്ഡിലും നല്ല മത്സരം കാഴ്ചവെക്കുവാൻ കോൺഗ്രസിന് കഴിഞ്ഞിട്ടുണ്ട്. ഇവിടെയൊക്കെ ആത്യന്തികമായി ഫലത്തെ നിർണ്ണയിക്കാൻ പോകുന്നത് ഈ ബി ജെ പി ഗവൺമെൻറ്റിനെതിരെയുള്ള വികാരം ചെറിയ രീതിയിലെങ്കിലും ജനങ്ങളുടെ ഇടയിൽ വ്യാപകമായിട്ടുണ്ടാവുമോ എന്നുള്ള ഒരു ചോദ്യമാണ്. നമുക്കറിയാം, ഈ തെരഞ്ഞെടുപ്പിൽ ഒരു വിധത്തിലും ബി ജെ പിക്ക് ഈ തെരഞ്ഞെടുപ്പിൻ്റെ അജണ്ടയെ നിർണ്ണയിക്കാൻ കഴിഞ്ഞിട്ടില്ല. ബി ജെ പി മത്സരിക്കുന്ന അല്ലെങ്കിൽ നരേന്ദ്രമോദി നേതൃത്വം നൽകിയിട്ടുള്ള എല്ലാ തെരഞ്ഞെടുപ്പുകളിലും എപ്പോഴും അജണ്ട നിർണ്ണയിച്ചിട്ടുള്ളത് നരേന്ദ്രമോദിയാണ്. നരേന്ദ്രമോദി നിർണ്ണയിക്കുന്ന അജണ്ടയുടെ പുറകെ പോവുക, അതിനോട് പ്രതികരിക്കുക എന്നൊരു ജോലി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പ്രതിപക്ഷ കക്ഷികൾക്ക്. അത് 2014 19 പക്ഷേ 2024 എത്തുമ്പോൾ അത്തരം അജണ്ട നിർണ്ണയിക്കുന്ന ഒരു കേന്ദ്ര സ്ഥാനത്ത് നിന്നും നരേന്ദ്രമോദി മാറുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടത്. നരേന്ദ്രമോദി ആക്ട് ചെയ്യുമല്ല, അദ്ദേഹം റിയാക്ട് ചെയ്യുവാൻ നിർബന്ധിതനായി തീരുന്നൊരു കാഴ്ചയാണ്. അദ്ദേഹം 1ാം ഘട്ടത്തിന് മുൻപ് അദ്ദേഹം മോഡിക്ക് ഗ്യാരണ്ടി എന്നൊക്കെ പറഞ്ഞു തുടങ്ങിയപ്പോഴും 1ാം ഘട്ടം പൂർത്തിയായതിനു ശേഷം അദ്ദേഹം കോൺഗ്രസ് മാനിഫെസ്റ്റോയെ ഉയർത്തി, അല്ലെങ്കിൽ മറ്റു പല വിഷയങ്ങളെ ഉയർത്തി വർഗീയക്കാരിറക്കാനും മറ്റുമുള്ള ശ്രമങ്ങളാണ് നടത്തുക. അപ്പോൾ സ്വന്തം അജണ്ട മുന്നോട്ട് വെക്കാനുള്ള കപ്പാസിറ്റി ബി ജെ പിക്ക് നഷ്ടമായി. അതിൽ നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ജനകീയ പ്രശ്നങ്ങൾ, അതായത് മഹങ്കായി, വിലക്കയറ്റം, അതുപോലെ തന്നെ റോസ്ഗാരി, തൊഴിലില്ലായ്മ ഒക്കെ സാധാരണ ജനങ്ങൾ ചർച്ച ചെയ്യപ്പെടുന്നു എന്നുള്ള ഒരു യാഥാർത്ഥ്യം അദ്ദേഹം തിരിച്ചറിയുന്നു. അതുപോലെ തന്നെയാണ് അംബാനിയും അദാനിയും തമ്മിലുള്ള അദ്ദേഹത്തിൻ്റെ സൗഹൃദം ജനങ്ങളുടെ ഇടയിൽ ചർച്ച ചെയ്യപ്പെടുന്നു എന്നുള്ള തിരിച്ചറിവ്. അതിനെ തള്ളി പറയേണ്ടതുണ്ട് എന്നുള്ള ആവശ്യം, ആ ആരോപണം കോൺഗ്രസിന് പുറത്തേക്ക് വെക്കേണ്ടതുണ്ട് എന്നുള്ള അദ്ദേഹത്തിൻ്റെ തിരിച്ചറിവ്. ഇങ്ങനെ പല വിഷയങ്ങളിലും കോൺഗ്രസിൻ്റെ മാനിഫെസ്റ്റോയോട് അല്ലെങ്കിൽ പ്രതിപക്ഷത്തിൻ്റെ അജണ്ടയോട് പ്രതികരിക്കേണ്ട ഒരു ഘട്ടത്തിലേക്ക് നരേന്ദ്രമോദി എത്തുന്നു. ഇതിലൊക്കെ ജനങ്ങളുടെ ഇടയിൽ എന്ത് പ്രതികരണം ഉണ്ടാകുന്നു എന്നുള്ളതനുസരിച്ചിരിക്കും ഈ സ്വിംഗ് സ്റ്റേറ്റുകളിലെയും സ്വിംഗ് സീറ്റുകളിലെയും ഒക്കെ ആത്യന്തികമായ ഫലം. തൊഴിലില്ലായ്മ ഒരു പ്രധാന വിഷയമായി ജനങ്ങൾ കാണുന്നുണ്ട് എന്ന് തന്നെയാണ് ഒരു വിശ്വാസം. കാര്യം തൊഴിലില്ലാത്ത ഒരാളെങ്കിലും എല്ലാ കുടുംബങ്ങളിലുമുണ്ട്. അതുകൊണ്ട് തന്നെ തൊഴിലില്ലായ്മ എല്ലാ ആളുകൾക്കും കേട്ടറിഞ്ഞ ഒരു കെട്ടുകഥയല്ല, അനുഭവിച്ചറിയുന്ന യാഥാർത്ഥ്യമാണ്. അതിനോട് അവർ പ്രതികരിക്കാൻ തയ്യാറാകും എന്ന് തന്നെയാണ് ആളുകൾ പറയുന്നത്. അപ്പോൾ തന്നെ വിലക്കയറ്റം അവർ ദൈനംദിന ജീവിതത്തിൽ അനുഭവിക്കുന്ന യാഥാർത്ഥ്യമാണ്. ഇതൊക്കെ ഗവൺമെൻറ്റിനെതിരെയുള്ള ഒരു വികാരമായി തെരഞ്ഞെടുപ്പിൽ വരികയാണെങ്കിൽ ഈ സംസ്ഥാനങ്ങളിലൊക്കെ ഈ സീറ്റുകളിലൊക്കെ ആത്യന്തികമായ ഫലം ബി ജെ പിക്ക് എതിരായി മാറും. അപ്പോൾ ഇത്തരമൊരു നിശബ്ദ തരംഗം ഉണ്ടെങ്കിൽ മാത്രമേ ബി ജെ പി അധികാരത്തിൽ പുറത്താക്കാൻ കഴിയൂ എന്നുള്ള യാഥാർത്ഥ്യം ഞാനും അംഗീകരിക്കുന്നു. അതുണ്ടോ ഇല്ലയോ എന്നുള്ളത് തെരഞ്ഞെടുപ്പ് ഫലം വരെ കാത്തിരിക്കേണ്ടി വരും എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. എന്തായാലും ഒരു കാര്യം ഉറപ്പുള്ളത്, ബി ജെ പിക്ക് സ്വയം ഈ തെരഞ്ഞെടുപ്പിൽ ഭൂരിപക്ഷം നേടാനുള്ള സാധ്യത വളരെ കുറവാണ് എന്ന് തന്നെയാണ് എല്ലാവരും വിലയിരുത്തപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ജൂൺ 4 ഈ അനിശ്ചിതത്വം അവസാനിക്കാൻ സാധ്യതയില്ലാത്ത ഒരു തെരഞ്ഞെടുപ്പുമായേക്കാം ഇത്. അതിനുശേഷവും അനിശ്ചിതത്വം നീളുന്ന ഒരു തെരഞ്ഞെടുപ്പായി ഇത് മാറാം എന്നുള്ള ഒരു വസ്തുതയും നിലനിൽക്കുന്നുണ്ട്. ശരി, നവനീത് മുകുന്ദൻ, അങ്ങനെയാണെങ്കിൽ ഒരു ഹാങ് പാർലമെന്റ് അത്തരമൊരു സന്നിഗ്ധതയിലേക്ക് പോകുമോ ഈ തെരഞ്ഞെടുപ്പിന് ശേഷം? ജെയിംസ്, ഹങ് പാർലമെന്റ് ഉണ്ടാവോ എന്നുള്ള അറിഞ്ഞൂടാ. പക്ഷെ നേരത്തെ ആനന്ദ് കൊച്ചൂടി സാർ പറഞ്ഞതിൽ എനിക്ക് ഒരു ഭിന്ന അഭിപ്രായമുള്ളത് ആന്ധ്രാപ്രദേശാണ്. ആന്ധ്രാപ്രദേശിൽ അദ്ദേഹം പറഞ്ഞതുപോലെ ആയിരിക്കും കാര്യങ്ങളെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ജഗൻ ഇപ്പോഴും അവിടെ സ്ട്രോങ് വിക്കറ്റിൽ തന്നെയാണ്.
ജഗന്റെ സീറ്റ് കുറയുകയോ ഇത് BJP അവിടെ സീറ്റ് കൂടുകയോ ചെയ്യുന്ന ഒരു സാഹചര്യമില്ല. അപ്പൊ BJPക്ക് സീറ്റ് കൂടാവുന്ന രണ്ട് സംസ്ഥാനം ഞാൻ കാണുന്നത്, ഒന്ന് ഒറീസയിൽ തീർച്ചയായും BJPക്ക് സീറ്റ് കൂടാവുന്ന സംസ്ഥാനമാണ്. ബംഗാളിൽ ചിലപ്പം കുറയാൻ ചാൻസ് ഇല്ല. അല്ലാതെ മറ്റ് സംസ്ഥാനങ്ങളിൽ BJPക്ക് സീറ്റ് കൂടുന്ന സംസ്ഥാനങ്ങളെ തമിഴ്നാട്ടില് കിട്ടിയേക്കാം എന്നുള്ള എനിക്ക് തോന്നുന്നു. ബാക്കി സംസ്ഥാനങ്ങളിൽ അത് തോന്നില്ല. BJPക്ക് എത്രത്തോളം കുറഞ്ഞാലും 250 തീർച്ചയായും ഇന്നത്തെ അവസ്ഥയിൽ 250 അവർക്ക് അപ്രാപ്യമായ ഒരു ഫിഗർ ആയിട്ട് എനിക്ക് തോന്നുന്നില്ല. ഒരു ഹങ് പാർലമെന്റ് വരും എന്ന് തോന്നുന്നില്ല. ഈ പറഞ്ഞ പോലെ മഹാരാഷ്ട്രയും ഉത്തർപ്രദേശും എങ്ങനെ ചെയ്യും? നേരത്തെ അജിൻസ് ചോദിച്ചു രാജസ്ഥാനിലൊക്കെ തീർച്ചയായും ഗുജറാത്ത് ഉറപ്പില്ലെങ്കിലും രാജസ്ഥാനിൽ കോൺഗ്രസ് ഒരു സിംഗിൾ ഡിജിറ്റ് സീറ്റ് പിടിക്കുമെന്ന് തന്നെയാണ് മത്സരത്തിൽ നിന്ന് തോന്നുന്നത്. ഹങ് പാർലമെന്റ് എന്തായാലും വരും എന്നുള്ളത് ഈ ഘട്ടത്തിൽ തോന്നുന്നില്ല. BJPക്ക് ഏറ്റവും അനുകൂലമായ ഘടകം 10 വർഷത്തിന് ശേഷവും അവർക്കെതിരെ പ്രത്യക്ഷത്തിൽ നമ്മൾ കാണുന്ന ഒരു ആന്റി ഇൻകംബൻസി അല്ലെങ്കിൽ ഒരു മോഡി വിരുദ്ധത ഇല്ല എന്നുള്ളത് തന്നെ BJPയുടെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് ആണ്. ഡിസംബറിൽ 5 സംസ്ഥാനങ്ങളിൽ നടന്ന ഇലക്ഷനിൽ നിന്ന് പ്രതിപക്ഷവും ഇന്ത്യ മുന്നണിയും ഒരുപാട് മുന്നോട്ട് പോയിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. പക്ഷേ അതിപ്പോ മോദി ഭരിക്കുന്ന കേന്ദ്ര സർക്കാരിനെതിരെയല്ല, ഏതെങ്കിലും BJP സർക്കാരിനെതിരെ ഒരു തരംഗം നിങ്ങൾ കണ്ടിട്ടുണ്ടോ? അങ്ങനെ ഒരു തരംഗം ഒരിടത്തുമില്ലല്ലോ. ഇപ്പൊ യോഗിക്കെതിരെയോ ശിവരാജ് സിംഗ് ചൗഹാൻ ഗുജറാത്തിലോ കർണാടകയിൽ അങ്ങനെ തരംഗം ഉണ്ടായിരുന്നോ? അതൊരു നിശബ്ദ തരംഗമായിരുന്നല്ലോ. അല്ല, നിശബ്ദ തരംഗം തന്നെയായിരുന്നു. പക്ഷെ ഈവൻ നിശബ്ദ തരംഗമായാലും അജിൻസെ മോഡിക്കെതിരെ അങ്ങനെ വിരുദ്ധത ഇല്ല എന്നുള്ളത് പോലും. കാരണം കെമിസ്ട്രി ഇല്ലെങ്കിൽ പിന്നെ അർത്ഥമെറ്റിക്സ് ആണ് വർക്ക്ഔട്ട് ആവുന്നത്. പൊളിറ്റിക്സിൽ എങ്ങനെയാണല്ലോ, കെമിസ്ട്രി ഇല്ല എങ്കിൽ അർത്ഥമെറ്റിക്സിൽ എപ്പോഴും ഗ്രൗണ്ട് ലെവലിൽ ഇലക്ഷൻ മൈക്രോ മാനേജ്മെന്റിൽ BJP ഉത്തർപ്രദേശിൽ അത്ര സ്ട്രോങ് വിക്കറ്റിലാണ്. സോ അതിനെതിരെയുള്ള പല ഘടകങ്ങളും ഇന്ത്യ മുന്നണിക്കുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പല ഘടകങ്ങളും ഉണ്ടെങ്കിലും BJP പ്രതിപക്ഷത്തിരിക്കുന്ന ലെവലിലോട്ട് സീറ്റ് ഉത്തർപ്രദേശിൽ കുറയുമോ എന്നുള്ള കാര്യം ഇപ്പോഴും സംശയമാണ്. BJPക്ക് 2 സംസ്ഥാനങ്ങളിൽ സീറ്റ് നല്ല പോലെ കുറയും, മഹാരാഷ്ട്ര, കർണാടക. അതിൽ യാതൊരു സംശയവും വേണ്ട. കൺസിഡറബിൾ എമൗണ്ട് ആയിട്ടുള്ള സീറ്റ് ഈ 2 സംസ്ഥാനങ്ങളിൽ അവർക്ക് പോകും. ഉത്തർപ്രദേശിന്റെ കാര്യം അത്ര ഉറപ്പില്ല ഈ സമയം. ശരി, എന്തായാലും 3 പേരും നടത്തിയ നിരീക്ഷണങ്ങളിൽ ഒരു കൺക്ലൂഡ് ചെയ്യാവുന്ന ഒരു കാര്യം, ഒരു തരത്തിലുള്ള 2019 ഒരിക്കലും ആവർത്തിക്കുകയല്ല 2024 ഇത് വളരെ വ്യത്യസ്തമായ ഒരു തെരഞ്ഞെടുപ്പാണ് എന്ന കാര്യം ശ്രദ്ധേയമാണ്. വളരെ നന്ദി ശ്രീ ആനന്ദ് കൊച്ചുടി, നവനീത്, ശ്രീ നിസാം സെയ്ദ് ഇത്രയും സംസാരിച്ചതിന്.